നമ്മളതറിയുന്നില്ല. ചില നാടുകളിൽ ചില താത്താമാര് ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണ്. മുസ്ലിയാമാര് പറഞ്ഞാലും ഉൾക്കൊള്ളൂല, പണ്ഡിതന്മാര് പറഞ്ഞാലും സ്വീകരിക്കൂല. അങ്ങനെ ഒരു നിസ്കാരം ഇമാമിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നില്ല. ചില നാടുകളിലൊക്കെ ഇന്നിങ്ങനെ പടർന്നു വരികയാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ മതത്തെ കാറ്റിൽ പറത്താൻ ആളുകൾ ഇറങ്ങി. ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ ആദ്യം വന്ന് പുരുഷന്റെ ജനാസ കാണുന്നത് ആരാണ്? അപ്പുറത്തെ വീട്ടിലെ താത്ത അടുക്കളയിൽ നിൽക്കുന്ന വേഷത്തിൽ ഓടിങ്ങി വന്നിട്ട് ഇപ്പുറത്തെ വീട്ടിലെ കാക്കാടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. മോളെ, അന്യപുരുഷന്റെ ജനാസ കാണൽ ഹറാമാണ്. അന്യപുരുഷന്റെ ജനാസ കാണാൻ പാടില്ല, ഹറാമാണ്. അന്യ സ്ത്രീയുടെ ജനാസ കാണാൻ പാടില്ല, ഹറാമാണ്. പൊതുദർശനം എന്നത് ഇസ്ലാമിന്റെ സമ്പ്രദായമല്ല. അതിവിടുത്തെ ബഹുമത സമൂഹങ്ങൾ കൊണ്ടുവന്നൊരു കാര്യമാണ്. ഇസ്ലാമികമായി ന്യായീകരിക്കേണ്ടതല്ല. ഇസ്ലാമിൽ എവിടെ പൊതുദർശനം പറഞ്ഞത്? ഇല്ല. ഇന്നങ്ങനെയല്ല. ഒരിടത്ത് മരിച്ചുപോയാൽ ആണും പെണ്ണും ഇടകലർന്ന് കാണുന്ന കാലം. അതുപോലെ തന്നെയോ മയ്യത്ത് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ മയ്യത്ത് പൊതിയാൻ നേരം ഒരു രണ്ടാമതൊരു കാണൽ ഇനി ആരെങ്കിലും കാണാനുണ്ടോ? താത്തായും കാക്കായും ഇടിച്ചു കയറിയിട്ട് മയ്യത്ത് കണ്ടു. ഈ പൊതിഞ്ഞങ്ങോട്ട് ഇറങ്ങാൻ നേരമാണ് അതാ എവിടെ നിന്നാണ്ട് ഒരാൾ ഓടി വരുന്ന എനിക്കൊന്ന് കാണണം. മയ്യത്ത് തുറന്നു, കാണിച്ചു കഴിഞ്ഞു. പള്ളിയിലേക്ക് ചെന്ന് നിസ്കരിക്കാൻ നേരം കാണാ കുറച്ചുപേരെ കാണിക്കണം അവിടെ. എന്നിട്ട് കബറിൽ കൊണ്ടുവരാൻ നേരം കാണാം അതാ ഒരു വണ്ടി ലേറ്റായി പോയ താത്ത ഓടി വരുന്നു. ഞാൻ കണ്ടില്ല. ഒരു സ്ഥലത്ത് അങ്ങനെ കബറിനടുക്ക മയ്യത്ത് കൊണ്ടുവച്ചപ്പോൾ രണ്ട് താത്താമാർ ഓടി വന്നു. ഈ മയ്യത്ത് കബറിൽ ഇറക്കി കഴിഞ്ഞു, അവർക്ക് കാണണം. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മയ്യത്തിന്റെ ആരാ? മോളോ, ഭാര്യയോ, പെങ്ങളോ? എന്നാ പോലും ഇങ്ങനെ വരാൻ പാടില്ല. എന്നാലും ഞാൻ ചോദിച്ചു, അങ്ങനെയൊന്നുമില്ല, ഇവിടെ നിങ്ങാണ്ട് കയറി വന്ന ഒരു താത്തായി മോളുവാ, കാണാൻ പറ്റൂല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. മയ്യത്തിന്റെ ബന്ധുക്കളെ ചിലപ്പോൾ ഉൾക്കൊള്ളൂല. അപ്പൊ അവർ പറഞ്ഞു ആ മുസ്ലിയാരെ സമ്മതിക്കുന്നില്ല. അപ്പൊ മറ്റേ മുസ്ലിയാരും ആ മുസ്ലിയാർ അങ്ങനെ തന്നെയാണ്. ഏതായാലും അൽഹംദുലില്ലാ അത് കാണാതെ രക്ഷപ്പെട്ടു. അപ്പൊ ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ മയ്യത്ത് പൊതിഞ്ഞിട്ട് പിന്നെ തുറന്ന് കാണിക്കേണ്ട കാര്യമില്ല. അത് ശരിയായ നടപടിയല്ല. ഇന്ന് കബറിന്റെ അടുത്ത് കൊണ്ടുവച്ചൊരു തുറക്കൽ, കബറിന്റെ ഉള്ളിൽ വെച്ചിട്ടൊരു തുറക്കൽ, അവിടെയും ഓടി വരുന്നുണ്ട്. ഈ ദീന് പൊളിച്ചടുക്കിയിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? എന്തൊരു ദുരന്തമാണ് സഹോദര നടക്കുന്നത്. ഇനി ഏതെങ്കിലും മയ്യത്ത് വീട്ടിൽ പോയിട്ട് ആണുങ്ങളൊക്കെ അങ്ങോട്ട് മാറി പെണ്ണുങ്ങൾ ഇങ്ങോട്ടൊന്ന് മാറി രണ്ടു വഴിക്ക് നടക്കണമെന്ന് പറഞ്ഞാൽ കാക്കാമാരുടെ കണ്ണുരുട്ടലാണ്. എവിടുന്ന് വന്ന മൊഴിയാരെ എന്ന ചോദ്യമാണ്. എടാ മോനെ, ദീനിവിടെ നടപ്പിലാക്കാൻ പറ്റാത്തത് ഈ ദാർഢ്യത കൊണ്ടല്ലേ? നമ്മുടെ വീട്ടിൽ മാറ്റേണ്ട കാലം വന്നില്ലേ? മരിച്ചുപോയ കാക്കായെ കുറ്റം പറയാൻ പറ്റത്തില്ല. അയാൾക്ക് എഴുന്നേറ്റ് എടുക്കാൻ പറ്റൂല. അപ്പോൾ മയ്യത്തിനെ കാണിക്കുന്നതിന്റെ കുറ്റം മയ്യത്തിന്റെ കടമപ്പെട്ട ആളുകൾക്കാണ്. അയാൾക്ക് കുറ്റത്തിന്റെ പോലെയൊക്കെ കഴിഞ്ഞു, ചെയ്തു പോയതെല്ലാം അങ്ങോട്ട് കിട്ടും. അല്ലെങ്കിൽ നല്ലത്, മോശമെങ്കിൽ മോശം. അങ്ങോട്ട് കിട്ടേണ്ട സമയം തുടരാൻ പോണതേ ഉള്ളൂ. ഇനി ചെയ്യാൻ പോണ തെറ്റാരുടേതാണ്? ആ മയ്യത്തിന്റെ ബന്ധുവിന്റേതാണ്. വാപ്പ മരിക്കുമ്പോ മോൻ അവിടെ നിൽക്കണം. എന്റെ വാപ്പാന്റെ ജനാസ അന്യ സ്ത്രീകൾ കാണാൻ പാടില്ലാന്ന് നിയമം പാസാക്കിയിട്ട് അവിടെ നിന്നിട്ട് വാപ്പാന്റെ ജനാസയ്ക്ക് സംരക്ഷണം കൊടുക്കണം. ഉമ്മ മരിച്ചാൽ അവിടെ നിന്നിട്ട് അന്യപുരുഷന്മാര് കാണാൻ പാടില്ലെന്ന് നിയമം പാസാക്കിയിട്ട് തടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും ഇതുകൊണ്ട് യാതൊരു ഗുണവും കിട്ടില്ലെന്ന് മാത്രമല്ല, ദോഷമല്ലേ അവിടെ വലിച്ചു വെക്കുന്നത്. അതിന് നിങ്ങളെ സാക്ഷിയാകല്ലേ? മോളെ ആയിഷ, മോളെ ഫാത്തിമ, എന്റെ ശബ്ദം കേൾക്കുന്ന ഫാത്തിമമാരെ, ആയിഷമാരെ, പുതിയ പേരുകൾ ഞാൻ വിളിക്കുന്നില്ല. നിങ്ങൾക്ക് മഹദിയായ ആയിഷ ബീവി പോയ സ്വർഗം വേണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്ത സ്വർഗം വേണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ പറുദീസ വേണ്ടേ മോളെ?
ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്ന ഭർത്താവ് ഇഞ്ചിഞ്ചായി മൂത്തത്തിന്റെ രണാങ്കണത്തിൽ തുണ്ടമായി വലിച്ചെറിയപ്പെടുമ്പോ എന്റെ ഭർത്താവ് നോമ്പുകാരനാണോ എന്ന് ചോദിച്ച് സമാധാനിച്ച അസ്മാ പോയ സ്വർഗം വേണ്ടേ? ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റപ്പെട്ടു പോയപ്പോ ഇനി അകത്തിരിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച് ചാടിയിറങ്ങിയിട്ടൊരു പുലിക്കുട്ടിയെ പോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൽതഫത്തു യമീനം വലാ ശിമാലാ ഇല്ലാ വഹുനാക ഉമ്മഉമാറ. വലത്തോട്ട് തിരിഞ്ഞാലും ഉമ്മുഅ്മാറയാണ്, ഇടത്തോട്ട് തിരിഞ്ഞാലും ഉമ്മുഅ്മാറയാണ്. റസൂലുള്ളാഹിന്റെ ശരീരത്തേക്ക് വരുന്ന അമ്പുകളും കുന്തങ്ങളും ശരീരം കൊണ്ട് ഏറ്റുവാങ്ങിയ മഹദിയായ ഉമ്മുഅ്മാറയെ മറന്നുപോയോ? ഇബ്നു ഖുംആ എന്ന് പറയുന്ന ഒരു ധിക്കാരിയുടെ കുന്തം കൊണ്ടുവന്ന് മഹദിയായ ഉമ്മുഅ്മാറയുടെ തോളത്തേക്ക് ആഴത്തിലങ്ങ് ആക്രമിച്ചപ്പോ അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് നിൽക്കുന്ന ഉമ്മുഅ്മാറയുടെ പൊന്നുമോനോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, മോനെ, മോന്റെ ഉമ്മാനെ ഒന്ന് സഹായിക്കുമോനെ. അപ്പോഴാണ് ആഴത്തിൽ മുറിവേറ്റ് കിടക്കുന്ന ഉമ്മുഅ്മാറ പറയുന്നു, നഫ്സി ഫിദാക യാ റസൂലല്ലാഹ്, എനിക്ക് എന്റെ ശരീരത്തിൽ വേജാറില്ല നബിയേ. മോനെ, നീ എന്നെ നോക്കണ്ട, എന്റെ പുന്നാര റസൂലുള്ളാഹിനെ നോക്ക് മോനെ എന്ന് പറഞ്ഞിട്ട് പൊന്നുമോനെ പറഞ്ഞ ഉമ്മാൻക്ക് പകരം റസൂലുള്ളാഹിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞ മഹദിയാണ് ഉമ്മുഅ്മാറ. അവരെ പാറിക്കളിക്കുന്ന പറുദീസയില് ഒന്ന് പോകണ്ടയോ ഉമ്മമാരെ? അവിടെ ഒന്ന് എത്തണ്ടയോ സഹോദരിമാരെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. സർവ്വധന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം പറയുന്നതിനും അറിയുന്നതിനും വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള വേദിയിലാണ് നാം ഉള്ളത്. ഇന്ന് വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെയും നിദാനങ്ങളുടെയും ചരിത്ര വസ്തുതകളുടെയും മാനദണ്ഡത്തിൽ വനിതാ ലോകത്ത് സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും തെറ്റായ വായനകൾക്ക് വിധേയമാവുകയും ചെയ്യുന്ന ഇസ്ലാമിക സ്ത്രീത്വത്തിന്റെ
ശരിയായ പ്രാമാണിക തലത്തെ വളരെ ലളിതമായും ഹ്രസ്വമായും പരാമർശിക്കുകയാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ചില ദർശനങ്ങളെ പോലെ സ്ത്രീ അപശക്തയാണെന്നോ അവഗണിക്കപ്പെടേണ്ടവളാണെന്നോ പരിഗണിക്കപ്പെടേണ്ടതല്ലെന്നോ എന്ന കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. പുരുഷന്മാർക്ക് ലഭിക്കുന്ന മുഴുവൻ സ്വാതന്ത്ര്യങ്ങളും അതേ അനുപാതത്തിൽ തന്നെ സ്ത്രീകൾക്ക് ലഭിക്കണം എന്ന കാഴ്ചപ്പാടും ഇസ്ലാമിന് അവതരിപ്പിക്കാൻ കഴിയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിക്കുകയും അവരവരുടെ പ്രകൃതികൾക്ക് അനുസൃതമായ വിധത്തിലുള്ള നിയമങ്ങളും ആരാധനകളും സമീപന രീതികളും ഇടപെടുന്ന മേഖലകളുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആധുനിക ലോകത്തെ ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാർ ഉയർത്തുന്ന സമത്വവാദത്തെയോ സ്ത്രീയും പുരുഷനും എല്ലാ നിലയിലും തുല്യമാണെന്ന കാഴ്ചപ്പാടിനെയോ ഇസ്ലാമിനെ അംഗീകരിക്കാനും ന്യായീകരിക്കാനും കഴിയില്ല. പുരുഷന്മാർക്ക് ഏതൊക്കെ അവകാശങ്ങളും അധികാരങ്ങളുമുണ്ടോ ആ അവകാശങ്ങളും അധികാരങ്ങളും മുഴുവനും നൽകിയാലേ സ്ത്രീ സ്വാതന്ത്ര്യമാകൂ എന്ന അബദ്ധമായ ധാരണ ഇസ്ലാം വെച്ചു പുലർത്തുകയോ ഉൾക്കൊള്ളുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ചിന്താധാരയ്ക്ക് നാം അംഗീകാരം നൽകിയാൽ തീർത്തും പ്രകൃതി വിരുദ്ധമായ ഒരു കാഴ്ചപ്പാടിനെ നാം സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ പരിഗണിക്കാവുന്ന മേഖലകൾ, ഓരോരുത്തരെയും വേറിട്ട് മനസ്സിലാക്കേണ്ട മേഖലകൾ, ഓരോ മേഖലയിലും അവരവർക്കുള്ള സ്വസ്ഥവും സ്വതന്ത്രവുമായ വ്യക്തിത്വങ്ങൾ, എല്ലാത്തിനെയും പരിഗണിച്ചുകൊണ്ടുള്ള ലോകോത്തരമായ നിയമവ്യവസ്ഥയാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെ പരിഗണിക്കുകയും അവർക്കാവശ്യമായ സ്വാതന്ത്ര്യങ്ങൾ വകവെച്ചു കൊടുക്കുകയും സമൂലമായ വിമോചനത്തിലൂടെ സമുദ്ധാരണത്തിന്റെ സ്വൈരലോകത്തേക്ക് കടത്തിക്കൊണ്ടുവരികയും ചെയ്ത മറ്റൊരു നവോത്ഥാന നായകനെയും വിപ്ലവകാരിയെയും സമുദ്ധാര സാരഥിയെയും ലോക ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ സാധ്യമല്ല. അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പവിത്രമായ രീതിശാസ്ത്രത്തെയും ഇസ്ലാമിന്റെ സമീപന രേഖകളെയും അന്യൂനമായി അടുത്തറിയുകയും ആസൂത്രിതമായി മനസ്സിലാക്കുകയും ആലോചനാപരമായി വിലയിരുത്തുകയും കൃത്യമായ വായനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുമ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള ധാരണ നമ്മിലേക്ക് സമ്പൂർണമായും എത്തിച്ചേരുക. പടിഞ്ഞാറ് സ്ത്രീ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തും കടന്നു വരാനും അവരവരുടെ തന്നിഷ്ടത്തിന് വേണ്ടി കടന്നുപോകാനുമുള്ള മേഖലകളാണെങ്കിൽ അതിനെ നീതീകരിക്കാനോ ന്യായീകരിക്കാനോ ഇസ്ലാമിന് സാധ്യമല്ല. ലോകതലത്തിൽ തന്നെ മദ്യപാനത്തിന് ഔദ്യോഗികത കൊണ്ടുവന്നത് യൂറോപ്യൻ ചിന്താഗതികളാണ്. ലോകതലത്തിൽ തുണിയുടുക്കാത്ത സ്ത്രീജനങ്ങളെ സംഭാവന ചെയ്തത് US-ന്റെയും വെസ്റ്റേൺ കൾച്ചറിന്റെയും സംഭാവനയാണ് എന്ന് കൃത്യമായി വായിച്ചാൽ നമുക്ക് ബോധ്യമാണ്. ഇതുപോലെ അപാകതകളില്ലാത്ത വായനകളിലൂടെ
ചരിത്രത്തെയും യാഥാർത്ഥ്യത്തെയും വസ്തുതയെയും പ്രകൃതിയെയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയുമാണ് നാം ചെയ്യേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ തുല്യമായി അവകാശം നൽകേണ്ട സ്ഥലങ്ങളിൽ മുഴുവനും സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ തന്നെ വിലയിരുത്തുകയും അവർക്കാവശ്യമായ തലങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബതൻ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, സ്ത്രീയിൽ നിന്നോ പുരുഷനിൽ നിന്നോ ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്താൽ, വിശ്വാസിയായിരിക്കെ ഒരു സൽക്കർമ്മം ചെയ്താൽ അവർക്ക് മോഹനമായ ജീവിതം നൽകുകയും മനോഹരമായ പ്രതിഫലം നൽകുകയും അവരുടെ സൽക്കർമ്മത്തിന്റെ പ്രതിഫലത്തെ നൽകുകയും ചെയ്യുമെന്ന് പരിശുദ്ധമായ ഇസ്ലാം ഖുർആൻ ആധികാരികമായി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ വിശ്വാസിനികളായ സഹോദരിമാർ ആദ്യം മനസ്സിലാക്കേണ്ടത്, നാം നമ്മുടെ പ്രകൃതിയോടും നാം നമ്മുടെ നിയമത്തോടും നീതി പുലർത്തണമെങ്കിൽ ഒന്നാമതായി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമുക്ക് നമ്മുടെ ശരീരത്തോടുള്ള ഇച്ഛകളെ പാലിക്കാനല്ല, മറിച്ച് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച ലോകാധികാരിയായ അല്ലാഹുവിനോടുള്ള കടപ്പാടുകൾ കൃത്യമായി നിർവഹിക്കപ്പെടുമ്പോഴാണ് ഒരു വിശ്വാസിനി അവളുടെ പ്രകൃതിപരമായ അവളുടെ ജന്മപരമായ ലക്ഷ്യത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ എന്റെയും നിങ്ങളുടെയും മനസ്സുകളെ സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും കർമ്മത്തിന്റെയും അതുപോലെ തന്നെ മഹിതമായ മൂല്യങ്ങളുടെയും മനോഹരമായ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ ഒന്നാമതായി എന്റെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ കൾച്ചറിനെയും നമ്മുടെ രീതികളെയും നിയന്ത്രിക്കാൻ ഒന്നാമതായി നമ്മളെ സ്വീകരിക്കേണ്ടത്, ഒന്നാമതായി നമ്മളിൽ ഉണ്ടാകേണ്ട ഉത്തമമായ ഗുണം അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. ആ വിശ്വാസത്തിലൂടെ അല്ലാതെ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിന്റെ പാവനമായ തലങ്ങളെ സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ സാധ്യമല്ല. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി അതിന്റെ കൃത്യമായ ധർമ്മം നിർവഹിക്കണമെങ്കിൽ ഒന്നാമതായി വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻഗാമികളായ ജനങ്ങളും അമ്പിയാക്കന്മാരും ഞാനും എന്റെ മുൻഗാമികളായ പ്രവാചക പരിശ്രേഷ്ഠന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉദാത്തമായ വാചകമേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന മനോഹരമായ വാക്യമാണ് കാലഘട്ടത്തിന്റെ ഇന്നലകളിൽ നിന്ന് ഇന്ന് വരെയുള്ള മുഴുവൻ മഹാന്മാരും പ്രവാചകന്മാരും പറഞ്ഞതെന്ന് മദീനയിലെ രാജാവ് ലോകഗുരുവായ പുണ്യപ്രവാളർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരി, എന്റെയും നിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും സമീപന രീതികളുടെയും അസ്ഥിശിലകൾ ബന്ധിച്ചു കിടക്കേണ്ടത്, അടിസ്ഥാനങ്ങൾ അകപ്പെട്ട് കിടക്കേണ്ടത് ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായി അൽ ഈമാനു ബില്ലാഹ്. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിച്ച് പരിപാലിച്ചു കൊണ്ടുപോകുന്ന സംവിധായകനാരാണ്? പരിപാലകനാരാണ്? ലോകാധികാരിയായ അല്ലാഹുവാണ്. 5 നേരത്തെ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടിരുന്നുകൊണ്ട് ഫാത്തിഹ ഓതുമ്പോ പൊന്നു പെങ്ങളെ നമ്മൾ ഓതുന്നത് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകമാകമാനമുള്ള
എന്നുള്ളതിനെ നിയന്ത്രിച്ച് പരിപാലിച്ചു കൊണ്ടുപോയെന്ന പരിപാലകനായ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തോത്രങ്ങളുമെന്ന മഹിതമായ പ്രഖ്യാപനത്തിന്റെ വരിഷ്ഠമായ വചനമാണ് നിന്റെ അധരങ്ങളിൽ നിന്ന് ഹൃദയം തൊട്ട് മന്ത്രിക്കുന്നതെങ്കിൽ ആ ലോകാധികാരിയായ അല്ലാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ഒരു വിശ്വാസിനിയുടെ അടിസ്ഥാന ഗുണമായി വരേണ്ടത്. ആ ഈമാൻ ഉണ്ടെങ്കിലേ, ഈമാൻ എന്ന അടിസ്ഥാന ഗുണമില്ലാത്തവർക്ക് രക്ഷയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരാധനകൾ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ രീതികൾ എല്ലാം സ്വീകരിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാന ഗുണം അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, പടച്ചവനിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസമില്ലാത്തവർ എത്ര സൗന്ദര്യമുള്ളവരാണെങ്കിലും, എത്ര സമ്പത്തുള്ളവരാണെങ്കിലും, എത്ര ആഢ്യത്വമുള്ളവരാണെങ്കിലും, എത്ര അംഗീകാരമുള്ളവരാണെങ്കിലും, എത്ര ഔദ്യോഗികതകളുള്ളവരാണെങ്കിലും അവർക്ക് പാരത്രിക ലോകത്ത് വിജയമില്ലെന്ന് പരമയാഥാർത്ഥ്യത്തെയും പ്രാപഞ്ചിക സത്യത്തെയും ഏറ്റെടുക്കാനുള്ള മനസ്സാണ് ആദ്യമായി മോളെ നിന്റെ മനസ്സിലേക്ക് വരേണ്ടത്. അതുകൊണ്ടാണ് നവജാത ശിശുവിന് ആദ്യമായി കേൾക്കാൻ നമ്മൾ വിളിക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആദ്യം കേൾക്കേണ്ടത് സിസ്റ്റർമാരുടെ കമന്റ് അല്ല, ഡോക്ടേഴ്സിന്റെ കൊട്ടേഷൻ അല്ല. ആദ്യമായി കേൾക്കേണ്ടത് അല്ലാഹു എന്ന പരിശുദ്ധമായ വാചകമാണ്. അല്ലാഹു എന്ന പരിശുദ്ധമായ വാക്ക്, അല്ലാഹു അക്ബർ എന്ന പരിശുദ്ധമായ വാചകം, ഈ വാചകമാണ് ആദ്യമായി പൊന്നുമോന്റെ കൽബിലേക്ക്, അവന്റെ മെമ്മറിയിലേക്ക് കടന്നു വരേണ്ടത്. ഇന്ന് പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അലമുറയിട്ട് പ്രസവ സമയത്ത് വേദനിച്ചുകൊണ്ട് നിലവിളിക്കുമ്പോൾ അവർക്ക് പശ്ചാത്തലങ്ങളും പരിസരങ്ങളും മുഴുവനും മറന്നു പോവുകയാണ്. ആധുനിക പ്രസവ രീതികളുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉമ്മമാര് പ്രസവിക്കുമ്പോ നമ്മുടെ മക്കൾക്ക് അല്ലാഹ് എന്ന് കേട്ട് ജനിക്കാനുള്ള നിയോഗമില്ലാതെ വന്നിരിക്കുകയാണ്. കാരണം നമ്മളെ ഗർഭിണിയാണെന്ന് അറിയുന്നത് മുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി മെഗാ സൗകര്യങ്ങളുള്ള വലിയ ഹോസ്പിറ്റലിലേക്ക് പോകാൻ മത്സരിക്കുന്നവരാണ്. ഹോസ്പിറ്റല് വലുതാകും തോറും സംസ്കാരം കുറഞ്ഞുകൊണ്ടാണ് വരിക. ജനിച്ച കുട്ടിയെ മണിക്കൂറുകൾ കഴിഞ്ഞ് കയ്യിലേക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ആദ്യമായി അവന്റെ മനസ്സിലേക്ക് വരേണ്ട പവിത്ര വചനമേതാണ്? ലോകാധികാരിയായ അല്ലാഹുവിന്റെ പേരാണ്. അതുകൊണ്ട് മോളെ, നീ ഒരു കോച്ചിങ് നേടിയിട്ടാണ് പ്രസവിക്കാൻ പോകേണ്ടത്. ഇന്നത്തെ കാലത്ത് മിക്ക കേസുകളും ഹോസ്പിറ്റലിലേക്ക് പോവാം. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോർമൽ പ്രസവം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല എന്നിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. കൂടുതൽ ആളുകളും അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾക്ക് നോർമൽ വേണ്ട, ഞങ്ങൾക്ക് സിസേറിയൻ മതി. എന്നാ നൊന്തു പറ്റൂ എന്ന വേദനയില്ലല്ലോ. ഇതുപോലെയാണ് വരുന്നതെങ്കിൽ മാനവികതയുടെ മനതലങ്ങളിൽ മാറ്റത്തിന്റെ മണിമന്ത്രം ഒഴിഞ്ഞ മദീനയുടെ രാജാവ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന മനോഹരമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പോവുകയാണ്. ആദ്യമായി പൊന്നുമോളുടെ കൽബിലേക്ക് വരേണ്ടത് അല്ലാഹ് എന്ന വിശുദ്ധ വാക്കാണ് മോളെ. അതിന് നീ പ്രസവിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കോച്ചിങ് നീ സ്വീകരിച്ചിരിക്കണം. അതെന്താണ്? എന്റെ ഗർഭാശയത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വന്നു എന്ന് ബോധ്യമാകുന്ന ഉടനെ നീ നിലവിളിക്കുന്നതിന്റെ ഇടയിലാണെങ്കിലും അല്ലാഹ് എന്നൊന്ന് വിളിച്ച് കരയാൻ പഠിക്കണം മോളെ. അപ്പോ നിന്റെ നവജാത ശിശു കേൾക്കുന്നത് ഉമ്മാന്റെ വായിൽ നിന്നു തന്നെ അല്ലാഹ് എന്ന മന്ത്രമാണ്. അങ്ങനെ ആദ്യം അല്ലാഹ് കേട്ട് എന്റെ മോൻ ജനിക്കട്ടെ, എന്റെ മോള് ജനിക്കട്ടെ, എന്റെ സന്താനം ലോകത്തേക്ക് വരട്ടെ. നമ്മളൊന്നൊരു നമ്മുടെ മനസ്സിലേക്ക് കരയുമ്പോ അല്ലാഹ് വിളിക്കാൻ പഠിച്ചാൽ മതി. എന്നാൽ എനിക്കൊരു ഓമന പിറന്നു എന്ന് ബോധ്യം വരുന്ന സമയത്ത് അല്ലാഹ് എന്ന് അലമുറയിട്ടുകൊണ്ട് കരയുന്ന സമയമാണെങ്കിലും ആദ്യമായി മോൻ കേൾക്കുന്നത്, മകള് കേൾക്കുന്നത് അല്ലാഹ് എന്ന വാചകമായാൽ ഇനി ഒരല്പസമയം വാങ്ങുകൊടുക്കാൻ വൈകിപ്പോയാലും
അവന്റെ ബ്ലാങ്കായ മനസ്സിലേക്ക് ലോകത്ത് നിന്ന് ആദ്യമായി കേൾക്കുന്ന വചനം അത് അള്ളാഹുവിന്റെ പേരായി മാറിയാൽ ഖുദാ കാ നാം ലിഖ് ദേനാ നബി കാ നാം ലിഖ് ദേനാ कई कुफरों के झंडा है उधर इस्लाम लिख देना. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മഹത്തായ നിർദ്ദേശം, അതായത് ഒരു നവജാത ശിശുവിന്റെ കാതിലേക്ക് ആദ്യം കേൾക്കേണ്ടത് അള്ളാഹുവിന്റെ നാമമാണ്, പടച്ചവന്റെ പേരാണ്. അങ്ങനെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ അങ്ങനെ പേര് കേട്ട് ജനിക്കാൻ സാഹചര്യമില്ലെങ്കിൽ, അഥവാ വാങ്ങുകൊടുക്കാൻ കയ്യിൽ കിട്ടുമ്പോഴേക്ക് ഒരുപാട് മന്ത്രങ്ങളും കമന്റുകളും കേട്ട് കഴിഞ്ഞു പോകുമെങ്കിൽ, ഉമ്മമാരെ നിങ്ങൾക്ക് നല്ല ഒരു ഹോംവർക്ക് ഉണ്ടായിരിക്കണം. എന്റെ മോൻ എന്റെ മോള് ആദ്യമായി കേൾക്കുന്നത് അല്ലാഹ് എന്ന വചനമാകണമെന്ന് നിർബന്ധമായ ഒരു നിഷ്ഠ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മാറ്റി എഴുതാൻ കഴിയും. ഇത് പറയുമ്പോ എത്ര സഹോദരിമാരാ ബോധത്തോടെ പ്രസവിക്കണത്, അഥവാ സർജറി ആയിപ്പോയാൽ എന്താ ചെയ്യാ എന്നൊരാശങ്ക നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാം. പഴയകാല രീതികളിൽ നമ്മൾ മാറി, അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരങ്ങളിൽ നിന്ന് മാറി. ഗർഭാവസ്ഥയിലുള്ള സഹോദരിമാര് അവർക്ക് ദീനിയായ ചിട്ടകളും മര്യാദകളും ഒക്കെ പോയി. അവരെ സംബന്ധിച്ചിടത്തോളം മെഡിസിനും ഗൈനക്കോളജിസ്റ്റും മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ എന്നിടത്തേക്ക് ആത്മീയമായ രീതിയിൽ നിന്ന് മാറിയതാണ് വലിയ പ്രശ്നം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരുടെയും പെർമിഷൻ ഇല്ലാതെ കടന്നു വന്ന, അഥവാ ഭൗതികമായ ഒരു സംവിധാനങ്ങളുടെയും സമ്മതമില്ലാതെയാണ് 4ാമത്തെ മാസമാകുമ്പോ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് ആത്മാവ് കടന്നു വരുന്നത്. ഒരു ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കൂല, ഒരു സൈക്കാട്രിസ്റ്റിനോട് ചോദിക്കൂല, ഒരു കാർഡിയോളജിസ്റ്റിനോട് ചോദിക്കില്ല, ഒരു ENT സ്പെഷ്യലിസ്റ്റിനോടും ചോദിക്കൂല. നേരെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ പള്ളയിൽ കിടക്കുന്ന മാംസപിണ്ഡത്തിലേക്ക് ആത്മാവ് കടന്നു വരുമ്പോൾ ആത്മാവിന്റെ ഭാഷ ഒരു മെഡിക്കൽ കോളേജിലും പഠിപ്പിക്കുന്നില്ല. ഒരു ഗൈനക്കോളജിസ്റ്റും ഒരു ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് ആത്മാവിന്റെ ഭാഷകളെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് പഠിച്ചു വരുന്നില്ല. അതുകൊണ്ടൊരു പെണ്ണ് പ്രസവിക്കാൻ പ്രയാസപ്പെട്ടാൽ ഒന്നുകിൽ മിക്കവാറുമുള്ള കേസുകൾ കുട്ടി തല തിരിഞ്ഞു കിടക്കുന്നതിന്റെ പേരിൽ നോർമൽ പ്രസവം നടക്കുന്നില്ല. തല കീഴായി കിടക്കുമ്പോഴേ നോർമൽ പ്രസവം നടക്കൂ. അതുകൊണ്ട് കാല് കീഴോട്ടാക്കിയിട്ടാ കിടക്കുന്നത് കുട്ടിയെങ്കിൽ ഡോക്ടർ പറയും അല്പസമയം കൂടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോ കുട്ടിക്കോ അല്ലെങ്കിൽ തള്ളയ്ക്കോ പ്രശ്നമായിരിക്കും, അതുകൊണ്ട് സിസേറിയൻ നടത്തിയിരിക്കും. ഇവിടെ 2 മാർഗങ്ങൾ മാത്രമാണ് സാക്ഷാൽ ഗൈനക്കോളജിസ്റ്റിന്റെ കയ്യിലുള്ളത്. ഒന്നെന്താണ്, ഗർഭാശയം തുറന്ന് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുക. രണ്ടാമത്തേത്, പ്രസവിക്കേണ്ട സ്ഥലത്തുകൂടി ഒരു ഉപകരണം ഗർഭാശയത്തിലേക്ക് കടത്തിയിട്ട് കുട്ടിയുടെ തല പിടിക്കുക, അങ്ങ് വലിച്ച് പുറത്തേക്ക് എടുക്കുക. അത് കുറച്ചൊക്കെ അപകടകരമായ രീതിയാണ്. ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്നവരെല്ലാം നോർമൽ ഡെലിവറിയാണ് എന്ന് പറയാൻ ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കുകയും കുഞ്ഞ് ബ്രെയിനിലെ അല്ലെങ്കിൽ തലയിലെ വെയിനുകൾക്ക് കേടുവന്നിട്ട് മന്ദബുദ്ധികൾ വരെ ആയിപ്പോയ റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 മാർഗങ്ങളെ യഥാർത്ഥത്തിൽ ഒരു ഭൗതികനായ ഡോക്ടറുടെ കയ്യിലുള്ളൂ. എന്നാൽ ഈ കുട്ടിയുടെ ഉള്ളിലുള്ള ഡ്രൈവറോടെന്ന് പറയണം, കുട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ബോഡിയാണ്. ഈ ബോഡിയുടെ ഉള്ളിൽ ഒരു ഡ്രൈവറുണ്ട്, അതാണ് ആത്മാവ്. ആ ആത്മാവ് ടെലസ്കോപ്പിൽ തെളിയില്ല, ആ ആത്മാവ് സ്കാനറിൽ തെളിയില്ല, ആ ആത്മാവ് എക്സ്റേയിൽ വരില്ല. അങ്ങനെ ഉപകരണങ്ങളുടെ കണ്ണുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആത്മാവെന്ന നിഷ്ഠമായ സാധനം ആ ആത്മാവ് നിക്ഷേപിച്ചത് അല്ലാഹുവാണ്. ആ ആത്മാവിനോടൊന്ന് പറയണം, അല്ലയോ ആത്മാവേ, നീ ബോഡി ഒന്ന് തിരിച്ചിടാൻ പറയണം. നമ്മുടെ വഴിയിൽ ബ്ലോക്കായിട്ടൊരു നാഷണൽ പെർമിറ്റ് ലോറി കിടക്കുക, നാട്ടുകാരെല്ലാം കൂടെ കൂടി തള്ളി നീക്കാൻ പറ്റും ചിലപ്പോ, അല്ലെങ്കിൽ പൊളിച്ചു മാറ്റാനും പറ്റും. എന്നാൽ അതിന് നല്ല മാർഗം എന്താണ്? ആ വണ്ടിയുടെ ഡ്രൈവർ അപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട്,
അയാളെ വിളിച്ചിട്ട് പറയണം, ഈ വണ്ടി എടുത്തൊന്ന് മാറ്റിയിട്ടിട്ട് കിടന്നുറങ്ങുന്ന സഹോദരാ. അതിന് ചിലപ്പോൾ അണ്ണാച്ചിയായ തമിഴ്നാട്ടുകാരനായ ഡ്രൈവറാണെങ്കിൽ തമിഴ്നാട്ടുകാരന്റെ ഭാഷയിൽ പറയേണ്ടി വരും. മലയാളത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഇതുപോലെയാണ് ആത്മാവിന്റെ ഭാഷയിൽ ആത്മാവിനോടൊന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരമാകുന്ന വാഹനം കറക്റ്റ് ഡയറക്ഷൻ ഇല്ലതെങ്കിൽ ലാൻഡ് ചെയ്യുമ്പോ ഉമ്മാന്റെ പള്ളിയിൽ കിടക്കുന്ന കുഞ്ഞ് നോർമൽ ഡെലിവറിയാണ്. ആ സ്പിരിച്വൽ ട്രീറ്റ്മെന്റ് ആണ് ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ചൊല്ലി ഞാൻ തുടങ്ങുന്നേ. ആത്മാവിന്റെ ഭാഷയിൽ പള്ളയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ആത്മാവിനെ ഉണർത്തുകയാണ്. കാരണം ആത്മാവ് ആരുടെ അധികാരത്തിലാണ്? യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബീ. അല്ലയോ പുണ്യ നബിയെ, വന്നിട്ട് ചോദിക്കും ആത്മാവിനെ കുറിച്ച് ജൂതന്മാര്. അതുപോലെ പരിഷ്കരണത്തിന്റെ ആളുകൾ വന്നിട്ട് ആത്മാവെന്താന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ആധികാരികമായ മറുപടി പറയണേ നബിയെ. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബീ. ആത്മാവ് അല്ലാഹുവിന്റെ പരമാധികാരത്തിലുള്ളതാണ്. ഒരു സ്പെഷ്യലിസ്റ്റിന്റെയും ഒരു മോഡേൺ സ്കോപ്പ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. ഇന്ന് ആത്മാവിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആൻ പറയുമ്പോ, പണ്ട് കാലങ്ങളിൽ ഉമ്മാക്ക് മകന്റെ ഉള്ളിലുള്ള ആത്മാവിനോട് സംവേദനം നടത്താൻ എത്രയോ മാർഗങ്ങളുണ്ട്. ബദരീയത്തുണ്ട്, അസ്മാഉൽ ഹുസ്നയുണ്ട്, അഅ്ലമുസ് സ്വലാത്തുണ്ട്, നഫീസത്ത് മാലയുണ്ട്. ഇന്നത്തെ ഉമ്മമാർക്ക് അതൊന്നുമില്ല. മോഡേൺ സീരിയലുകൾക്ക് മുമ്പിൽ തപസ്സിരിക്കുന്ന പെങ്ങളെ, നിന്റെ പള്ളയിൽ വളരുന്ന കുഞ്ഞിന്റെ ആത്മാവിനോട് നിനക്ക് ബന്ധമുണ്ടോ? നമ്മൾ മെറ്റീരിയലൈസ് ചെയ്ത് കളഞ്ഞു, നമ്മൾ ശാരീരികവൽക്കരിച്ചു കളഞ്ഞു, നമ്മൾ മോഡേണൈസ് ചെയ്ത് കളഞ്ഞു, നമ്മൾ ആധുനികവൽക്കരിച്ചു കഴിഞ്ഞു. നമ്മൾ ഡോക്ടേഴ്സിന്റെ പരിധിയിലേക്ക് മാത്രം വിട്ടുപോയി. അല്ലാഹുവിന്റെ ആത്മീയമായ നിയന്ത്രണങ്ങളെ നാം മനസ്സിലാക്കിയില്ല. മരിച്ചു കിടക്കുന്ന ഒരാൾ, അയാളുടെ അടുക്കൽ ലോകത്തുള്ള മുഴുവൻ സ്പെഷ്യലിസ്റ്റുകളെയും വിളിക്കുക. ഹലോ മിസ്റ്റർ ENT സ്പെഷ്യലിസ്റ്റ്, നിങ്ങൾ ഏതൊക്കെ അവയവങ്ങളാ പരിശോധിക്കണത്? ആ അവയവങ്ങൾ മുഴുവൻ ഈ മയ്യത്തിലുണ്ടോ നോക്ക്. എല്ലാം ഉണ്ടാവും. കാർഡിയോളജിസ്റ്റിനെ വിളിച്ച് ചോദിക്കുക, നിങ്ങൾ പരിശോധനാ വിധേയമാക്കുന്ന ഹാർട്ട് എവിടെയുണ്ട്? ഈ ബോഡിയിലുണ്ട്. അങ്ങനെ ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട, മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ സ്പെഷ്യലിസ്റ്റുകളെയും വിളിച്ചാൽ അവർക്ക് മുഴുവനും പഠിക്കേണ്ട അവയവങ്ങൾ മുഴുവനും അവിടെയുണ്ട്. പക്ഷേ അതിനെ മുഴുവനും പ്രവർത്തിപ്പിക്കുന്ന സാധനം കാണാനില്ല. അത് പറയാനൊരു സ്പെഷ്യലിസ്റ്റും വന്നിട്ടില്ല. ആ സ്പെഷ്യലിസ്റ്റിന് പറ്റാത്തതാണ് ആത്മാവെന്ന് പറയുന്നത്. ശാസ്ത്രം അതിന്റെ പരിധിയിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഏത് സ്പെഷ്യലിസ്റ്റിനെയാ? മിംസിലെയോ കിംസിലെയോ നിംസിലെയോ ലോകത്തുള്ള എല്ലാവരെയും കൊണ്ടുവന്നോ? എന്നാലും അവരവർക്ക് മുഴുവനും പഠിക്കേണ്ട അവയവങ്ങൾ ആ ശരീരത്തിലുണ്ട്. പക്ഷേ ആ അവയവങ്ങൾക്ക് മുഴുവനും പവർ നൽകുന്ന, ആ അവയവങ്ങൾക്ക് മുഴുവനും ചലനം നൽകുന്ന, ആ അവയവങ്ങളെ മുഴുവനും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കൃത്യമായ ആത്മാവിനെ കാണാനില്ല. കാരണം അതാരുടെയും പെർമിഷനോടെ വന്ന് കയറിയതല്ല, അല്ലാഹുവിന്റെ അധികാരത്തിൽ വന്ന് കയറിയതാണ്. ഉമ്മാന്റെ പള്ളയിൽ കിടക്കുന്ന മാംസപിണ്ഡത്തിലേക്ക് ആത്മാവ് വന്ന് കയറിയപ്പോ ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചില്ല, അടുത്ത് നിൽക്കുന്ന സിസ്റ്ററോട് ചോദിച്ചില്ല, തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവിനോട് ചോദിച്ചില്ല, എന്തിനേറെ ഗർഭം പേറുന്ന മാതാവിനോട് പോലും ചോദിച്ചില്ല. ഞാൻ എൻട്രി പാസ് തരുമോ, ഞാനൊന്ന് കടന്നോട്ടെ എന്ന് ചോദിച്ചില്ല. ആ ആത്മാവങ്ങ് ഇറങ്ങിപ്പോകാൻ നേരവും ആരോട്
ചോദിക്കേണ്ടതില്ല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു സെക്കൻഡും മുന്നോട്ടോ പിന്നോട്ടോ ഇല്ല. ഇന്ന് രാവിലെ കൊല്ലത്തേക്കോ മറ്റോ പോകാൻ ഇറങ്ങിയ നമ്മുടെ കോളേജിന്റെ തൊട്ടടുത്തുള്ള മഹല്ല് കമ്മിറ്റിയായ കാട്ടുമുറാക്കൽ മഹല്ല് കമ്മിറ്റിയിലെ മുൻ പ്രസിഡന്റ് ഷാഫി എന്ന സഹോദരൻ ഇന്ന് രാവിലെ റാഹത്തോടെ ആഫിയത്തോടെ വീട്ടിൽ നിന്നിറങ്ങിയതാ. പക്ഷേ ഉച്ചയായപ്പോഴേക്ക് അറ്റാക്ക് വന്നുപോയി. അസറിന്റെ വാതിൽ വിളിക്കുമ്പോ കബറിൽ കിടത്തി മറമാടി കഴിഞ്ഞു. ഞാനിവിടെ കബറടക്കത്തിന് പോയിട്ട് ഇങ്ങോട്ട് വന്നത്. രാവിലെ ഇറങ്ങി, ഒരുപാട് ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും വെച്ചിറങ്ങി. പക്ഷേ ഇന്നൽ ഹയാത ദഖായിഖു വസവാനി. നിന്റെ ഹാർട്ടിനെ അല്ലാഹു തആല പ്രോഗ്രാം ചെയ്തത് നിശ്ചിത സമയം ബീറ്റ് ചെയ്യാനാണ്. നിശ്ചിത സമയം ബീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിന്റെ ഹാർട്ടിനെ സംവിധാനിച്ചത്. ആ ഹാർട്ട് പ്രോഗ്രാം ചെയ്തത് അല്ലാഹുവാണ്. അതിന്റെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിന്റെ കൃത്യമായ എണ്ണം എത്രയാണോ അത് അവസാനിച്ചാൽ അത് നിശ്ചലമായി പോയി. നമ്മളുണ്ടാക്കുന്ന ഉപകരണങ്ങളൊക്കെ കാണാം, ഇത്ര അവർ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്കുള്ള ഫാൻ ടൈമറുള്ള ഫാനാണ്. എത്ര മണിക്കൂർ ഈ ഫാൻ കറങ്ങണം, അത് കഴിഞ്ഞ് ഓഫാകണം. അരമണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ അങ്ങനെയുള്ള പ്രോഗ്രാം ചെയ്യുന്ന ഫാൻ ഉണ്ട്. 3-ാമത്തെ മണിക്കൂർ ആവുമ്പോൾ അതവിടെ നിൽക്കുന്നത് ഓട്ടോമാറ്റിക് ഓഫാവും. ഇതുപോലെ പ്രോഗ്രാം ചെയ്യുന്ന സംവിധാനങ്ങളാണ്. സാറ്റലൈറ്റുകൾ എത്ര മണിക്കൂർ ഉപരിലോകത്ത് കിടക്കണമെന്ന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എത്ര സ്പീഡിൽ ഭൗമാകാശത്ത് നിന്ന് പോകണമെന്ന് സയന്റിസ്റ്റുകൾ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മുടെ ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റുകൾ ഉപരിലോകത്തേക്ക് വിടുന്നത്. ഭൗമലോകത്ത് എത്ര മണിക്കൂർ, എത്ര സ്പീഡിൽ, എത്ര കിലോമീറ്ററിൽ അത് പോകണം. ശൂന്യാകാശത്ത് എന്നാൽ അതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യണം തുടങ്ങിയുള്ളതെല്ലാം പ്രോഗ്രാം ചെയ്തിട്ടാണ് മനുഷ്യൻ അവന്റെ ഉപകരണങ്ങളെ വിടുന്നതെങ്കിൽ ഓരോ ഉപകരണത്തിന്റെയും അതിന്റെ കപ്പാസിറ്റി എത്ര അവേഴ്സ് ആണെന്ന് കൃത്യമായി വെച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യനെ പ്രോഗ്രാം ചെയ്ത് പടച്ചു തന്ന അല്ലാഹു ജല്ല ജലാലുഹു അവൻ തീരുമാനിച്ചു പോയി. വവ്വാക്കാവിലെ അബ്ദുറഹ്മാന്റെ മകൾ ആയിഷ എന്ന് പറയുന്ന പെണ്ണ് ഇത്ര ദിവസമാണ് ഇവിടെ ജീവിക്കേണ്ടത്, അവളുടെ ഹാർട്ട് ഇത്ര പ്രാവശ്യമാണ് ബീറ്റ് ചെയ്യേണ്ടത്. അല്ലാഹു നിശ്ചയിച്ച് പ്രോഗ്രാം ചെയ്ത് വിട്ടതാ. അപ്പൊ അല്ലാഹു തആല നിശ്ചയിച്ച ഡെഡ് ലൈൻ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാൽ ഹോഗി, ലോകത്തോട് വിട പറഞ്ഞു പോയി. ഭർത്താവ് കരഞ്ഞിട്ട് കാര്യമില്ല, കൂട്ടുകാർ നിലവിളിച്ചിട്ട് കാര്യമില്ല, ആരുടെയും രോദനങ്ങൾക്ക് വിലയില്ല, ആരുടെയും വിലാപങ്ങൾക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് മോളെ ആദ്യമായി മനസ്സിലേക്ക് വരേണ്ടത് അൽ ഈമാനു ബില്ലാഹ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ രീതികളെയും നിന്റെ ശരീരത്തിന്റെ അവസ്ഥകളെയും മുഴുവനും നിയന്ത്രിക്കേണ്ടത് എവിടെയാണ്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിക്കും ഒരു വിശ്വാസിനിക്കും പാടില്ല ഇദാ ഖദല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും വിധിച്ചു കഴിഞ്ഞാൽ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞു തന്ന തീരുമാനത്തിന് പുറം വേറെ അവർക്കൊരു ചോയ്സ് ഇല്ല, വേറെ അവർക്കൊരു സെലക്ഷൻ ഇല്ല. വമൻ യഅസില്ലാഹ വറസൂലഹു, അങ്ങനെ അല്ലാഹുവും റസൂലും പറഞ്ഞു തന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരാൾ കടന്നുപോയാൽ ഫഖദ് ളല്ല ളലാലൻ മുബീനാ, അവൻ വ്യക്തമായ പിഴവിലാണ്. അപ്പോ ഖുദാ की मर्जी और रसूल अकरम सल्लल्लाहु अलैहि वसल्लम की मर्जी, അല്ലാഹുവിന്റെയും റസൂലിന്റെയും പ്രീതിയാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് പൊന്നു പെങ്ങളെ, നമ്മുടെ ലൈഫ് ലൈൻ തീരുമാനിക്കേണ്ടത് അല്ലാഹുവും റസൂലുമാണ്.
നമ്മുടെ ജീവിതത്തിന്റെ വഴികളെ തീരുമാനിക്കേണ്ടത് അല്ലാഹുവും റസൂലുമാണ്. അള്ളയും റസൂലും തീരുമാനിച്ച വഴിക്ക് അപ്പുറത്തേക്ക് പോയാൽ ഫഖദ് ളല്ല ളലാലം മുബീനാ, വ്യക്തമായ പിഴവിലേക്ക് അവൻ ആപതിച്ചുപോയി. അപ്പോൾ എന്റെ ഉമ്മമാര്, സഹോദരിമാര് തീരുമാനിക്കേണ്ടത് എന്റെ വസ്ത്രധാരണം അല്ലാഹ് റസൂൽ എന്ത് പറഞ്ഞു, ഞാൻ എന്ത് ധരിക്കണം, എങ്ങനെ ധരിക്കണം, എപ്പോ ധരിക്കണം, എങ്ങോട്ട് പോകണം, അത് നമ്മൾ തീരുമാനിക്കണം. അല്ലാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനം എന്തോ അത്. അതുപോലെ തന്നെ ഞാൻ എന്താണ് ഭക്ഷണം കഴിക്കേണ്ടത്, അള്ളയും റസൂലും തീരുമാനിക്കണം. അള്ളാഹുവും റസൂലും വിധിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വിധിയില്ല. ഇന്ന് നോക്കൂ, നമ്മുടെ സഹോദരിമാരുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു ദുരന്തമാണ്. മോളെ, ഒന്നാമതായി നിനക്ക് കടപ്പാട് വീടേണ്ടത് ആരോടാണ്? നിനക്ക് ജീവൻ നൽകിയ അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനോട് നീ വീടേണ്ട കടപ്പാടെന്താണ്? അസ്സലാ, 5 നേരത്തെ നിസ്കാരത്തിന് നീ വീഴ്ച വരുത്തല്ലേ മോളെ. എന്നാൽ നിന്നെ അല്ലാഹുവിന് പരിഗണനയില്ല. മൻ തറക സ്വലാത്ത സുബ്ഹി ഫഹുവ ഖാരിജുൻ മിൻ ദിമ്മത്തില്ലാഹ്. ഒരാള് സുബ്ഹി നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൽ നിന്ന്, അഥവാ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അവൻ പുറത്താണ്. സുബ്ഹി നിസ്കാരം ഒഴിവാക്കിയാൽ അല്ലാഹുവിന്റെ റെസ്പോൺസ് ഇല്ല. അപ്പോൾ 7ാം ക്ലാസ്സിൽ പ്രായപൂർത്തിയായ പൊന്നു പെങ്ങള്, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പ്രായപൂർത്തിയായ സഹോദരി, 9ാം ക്ലാസ്സിൽ പ്രായപൂർത്തിയായ സഹോദരി പള്ളിക്കുളത്തിൽ പഠിക്കാൻ പോകുന്നുണ്ട്. 3 കൊല്ലമോ 4 കൊല്ലമോ പ്രായപൂർത്തിയായ നിലയിലാണ് അവള് പഠിക്കാൻ പോയത്. മോളെ, നീ സെക്കൻഡറിയിലായാലും ഹയർ സെക്കൻഡറിയിലായാലും നിന്റെ 5 നേരത്തെ നിസ്കാരം കൃത്യമാണെങ്കിൽ മാത്രമേ അല്ലാഹുവിന് നിന്നെ പരിഗണനയുള്ളൂ മോളെ. SSLCയുടെ റിസൾട്ട് വരുമ്പോ വാപ്പ വരും, എത്ര A+ ഉണ്ട് മോളെ. ഉപ്പാപ്പമാര് പോലും ഇപ്പൊ അത് പഠിച്ചു പോയ കാലമാണ്. എത്ര A+ ഉണ്ട്, B+ ഉണ്ട്, D+ ഉണ്ട് എന്നൊക്കെ പരിശോധിച്ചു വരുമ്പോ ഇംഗ്ലീഷിന്റെ മാർക്കും സോഷ്യോളജിയുടെ മാർക്കും അല്ലെങ്കിൽ സോഷ്യൽ സയൻസിന്റെ മാർക്കും ഒക്കെ കൃത്യമായി വിലയിരുത്തി കഴിഞ്ഞിട്ട് SSLCക്ക് ഹൈ മാർക്ക് വാങ്ങി പാസ്സായ മോക്ക് നല്ല 1ാം തരം ലഡു വാങ്ങി സമ്മാനം കൊടുത്തിട്ട് വാപ്പ തിരിച്ചു നടക്കുമ്പോ ഈ പൊന്നുമോളുടെ പ്രോഗ്രാം ചെയ്ത ഹാർട്ടിന്റെ ബീറ്റ്സിന്റെ സമയം കഴിഞ്ഞാൽ അസ്രായീൽ അലൈഹിസ്സലാം വന്ന് പറയുന്ന മോളെ, സമയമായി പോയി വരൂ. അങ്ങനെ ഈ മോളങ്ങ് മരിച്ചു പോയാൽ ഈ 16 വയസ്സോ 15 വയസ്സോ ഉള്ള മോള് മരിച്ചുപോയി. വവ്വാക്കാവ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവച്ചിട്ട് ആളുകൾ മറമാടിയിട്ട് വരുമ്പോ 2 മലക്കുകൾ വന്ന് ചോദിക്കും, മോളെ ഇംഗ്ലീഷിന് ഏതാ ഗ്രേഡ്? അതല്ല ചോദിക്കുക. മാത്സിന് ഏതാ ഗ്രേഡ്? അതല്ല ചോദിക്കുക. ചോദിക്കും, അവ്വലു മാ യുഹാസബു ബിൽ അബ്ദു അൻ സ്വലാത്തിഹി. മോളെ, നിന്റെ നിസ്കാരത്തിന്റെ ഗ്രേഡ് എന്താണ് മോളെ? നീ എത്ര ദിവസം ളുഹർ നിസ്കരിച്ചു? നീ എത്ര ദിവസം അസ്ർ നിസ്കരിച്ചു? നീ എത്ര ദിവസം സുബഹി നിസ്കരിച്ചു? നീ എത്ര ദിവസം മഗ്രിബ് നിസ്കരിച്ചു? നിനക്ക് ശുദ്ധിയുള്ള എത്ര ദിവസം നീ കൃത്യമായ നിസ്കാരം നിർവഹിച്ചു എന്ന് അള്ളാന്റെ ചോദ്യം വരും. അഥവാ മലക്കുകളുടെ ചോദ്യം വരുമ്പോ നിന്റെ ജനാസയുടെ കൂടെ +1ന്റെയോ SSLCയുടെയോ മാർക്ക് ലിസ്റ്റ് വെച്ചിട്ടില്ല. നിന്റെ കഫൻ പുടവയിൽ നിന്റെ ടെക്സ്റ്റ് ബുക്കുകളോ സർട്ടിഫിക്കറ്റുകളോ വെച്ചിട്ടില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു കാര്യവുമില്ല. പൊന്നു പെങ്ങളെ, അവിടെ നിനക്ക് പറഞ്ഞു തരാനൊരു കൂട്ടുകാരിയുമില്ല. സഹോദരി, അവിടെ നിനക്ക് പകർന്നു തരാനൊരു കൂട്ടുകാരനുമില്ല. ആ ഏകാന്തമായ മണ്ണറയിൽ നീ ഒറ്റയ്ക്ക് കിടക്കുമ്പോ ആദ്യമായി നിന്നോട് ചോദിക്കുന്ന കർമ്മം നിസ്കാരമാണ്.
അതിൽ നിനക്ക് ഹൈ റാങ്ക് നേടിയാലല്ലാതെ അടുത്ത സ്റ്റെപ്പിലേക്ക് നിനക്ക് രക്ഷയില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന SSLC കൊല്ലം പാസായ അല്ലെങ്കിൽ +2 കഴിഞ്ഞുപോയ സഹോദരിമാരില്ലേ, നിങ്ങളുടെ നിസ്കാരത്തിന്റെ മാർക്ക് ലിസ്റ്റ് എവിടെ? അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാനൊക്കെ പറയും, അള്ളാഹു റസൂൽ പറയും, മുലയമാരും പറയും, അതൊരു വഴിക്ക് ഞങ്ങൾ വേറെ വഴിക്ക് എന്ന് പറഞ്ഞു പോയാൽ രക്ഷയില്ല പെങ്ങളെ. അപ്പോൾ എന്റെയും നിന്റെയും ഒക്കെ ജീവിതം പാരത്രിക ലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന ജീവിതമാണ്, പരലോകത്ത് വിലയിരുത്തപ്പെടുന്ന ജീവിതമാണ്. നമ്മുടെ പള്ളിയിലൊക്കെ ഒന്നാം സഫിൽ നിസ്കരിക്കാൻ വരുന്ന കാക്ക, പള്ളിയിൽ സംഭാവന ചോദിച്ചാൽ ആദ്യം തരുന്ന ആജിയാര്, അതുപോലെ തന്നെ നാട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ മുന്നിട്ടിറങ്ങുന്ന കാരണവന്മാര്, ഒരുപാട് ഇസ്ലാമികമായ അടയാളങ്ങളും നല്ല ഗുണങ്ങളും ഉള്ളവരാണ്. പക്ഷേ സ്വന്തം മക്കളുടെ ആരാധനയിൽ അവർക്ക് ശ്രദ്ധ കുറവാണ്. എത്ര വാപ്പമാരുണ്ട്, എന്റെ മകള് സ്കൂളിൽ പഠിക്കാൻ പോകുന്നുണ്ട്, അവള് പ്രായപൂർത്തിയായവളാണ്, അവർക്ക് നിസ്കാരം നിർബന്ധമാണ്, അവള് നിസ്കരിക്കുന്നുണ്ടോ, അതിന് സംവിധാനമുണ്ടോ എന്ന് ആലോചിക്കുന്ന വാപ്പമാരെവിടെ? അങ്ങനെ ചിന്തിക്കാനൊന്നും വാപ്പമാർക്ക് നേരമില്ല. അങ്ങനെ ചിന്തിക്കാനൊന്നും വാപ്പമാർക്ക് നേരമില്ല. വാപ്പമാർ ഇനി ഏതെങ്കിലും നല്ല നല്ല കോഴ്സുകളിലേക്ക് മക്കളെ വിടാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ ഭൗതികമായ സാഹചര്യങ്ങളിൽ മാത്രം ലിമിറ്റ് ചെയ്ത് നിന്നാൽ പോരാ. നമ്മുടെ മാനദണ്ഡം എവിടെയാണ്? മോളെ, നിനക്ക് ആദ്യമായി വീടേണ്ട കടപ്പാട് അള്ളാഹുവിനോടുള്ള കടപ്പാടാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യത പൂർണ്ണമായും നിറവേറ്റിയാലല്ലാതെ രക്ഷയില്ല. വാപ്പായും ഉമ്മായും നോക്കേണ്ടത് എന്റെ മോള് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അള്ളാഹിനോടുള്ള കടപ്പാട്. 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ? 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുന്ന മകളാണോ? പ്രിയപ്പെട്ട പെങ്ങന്മാരെ, കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന പുതിയ പെണ്ണെവിടെ? ചില പുതിയാപ്പളമാര് ഗതികേടിന് പള്ളി വെച്ച് നിക്കാണ്, ചിലപ്പോ നിക്കരിക്കാത്തവര് നിക്കരിച്ചു. അതേ സമയത്ത് കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന പുതിയ പെണ്ണെവിടെ? കല്യാണത്തിന്റെ അന്ന് അസ്ർ നിസ്കരിക്കുന്ന പുതിയ പെണ്ണെവിടെ? പണ്ട് ദീനുള്ള കുടുംബങ്ങളിൽ വീട്ടിലുള്ള ഉമ്മമാരും വലിയുമ്മമാരും ഒക്കെ പുതിയ പെണ്ണിന്റെ ചേലും മര്യാദയും ഒക്കെ മനസ്സിലാക്കുന്നത് വീട്ടിലേക്ക് പുതിയാപ്പള കൂട്ടിക്കൊണ്ട് വരുമ്പോ അതാ പുതിയാപ്പളയുടെ വീട്ടിൽ വന്നിട്ട് പുതിയ പെണ്ണ് ളുഹർ നിസ്കരിക്കുമ്പോ വലിയുമ്മമാര് നോക്കിയിരിക്കും, ഇവളെ മര്യാദയ്ക്ക് ഫിഖ് പഠിച്ചിട്ടാണോ വന്നതെന്ന് വാച്ച് ചെയ്യാനുള്ള ഇന്റർവ്യൂവിന്റെ സമയമായിരുന്നു. പക്ഷേ ഇന്ന് നിസ്കാരം ഒരു അജണ്ടയല്ല. ഇന്ന് നിസ്കാരം നോക്കേണ്ട ഉമ്മ ഓഡിറ്റോറിയത്തിൽ കിടക്കാണ്, കൂടെ നിസ്കരിക്കേണ്ട മാതാവ് ജനങ്ങളുടെ കൂടെ ബഹളത്തിലാണ്. ഈ മകൾക്ക് ളുഹർ നിസ്കരിക്കാതെ നിങ്ങൾ കെട്ടിച്ചു വിടുന്ന ദിവസത്തിന്റെ അന്ന് അതാ ബറക്കത്തുണ്ടോ പെങ്ങളെ നിന്റെ ജീവിതത്തിൽ? അല്ലാഹുവിന്റെ കാരുണ്യം വരുമോ? അല്ലാഹ്ക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. പണ്ടൊക്കെ ആണെങ്കിലോ വിവാഹത്തിന്റെ ഡേറ്റ് നിശ്ചയിക്കുന്ന സമയത്ത് ഉമ്മമാരോടൊന്ന് ചോദിക്കും വാപ്പമാര്, എന്താ നമ്മുടെ മോള് കല്യാണം 15-ാം തീയതി ആക്കിയാലോ? അപ്പം മകളുടെ ഡ്യൂറേഷൻ അറിയുന്ന, പീരീഡ് അറിയുന്ന ഉമ്മ പറയും, വേണ്ട, നമുക്ക് 22-ാം തീയതി ആക്കാം. അതിന്റെ അർത്ഥം 15-ാം തീയതി മോള് ശുദ്ധിയുള്ള അവസ്ഥയിലായിരിക്കില്ല എന്ന ഒരു സൂചന നൽകിയിട്ട് കല്യാണം നിശ്ചയിക്കാറുണ്ടായിരുന്നു. ഇന്ന് ആ നിശ്ചയത്തിന്റെ ദിവസം പോയിട്ട് ഓഡിറ്റോറിയം ഒഴിവുള്ളത് ഇനി വെള്ളിയാഴ്ച ഉച്ചയാണെങ്കിലും വേണ്ടില്ല, അന്നായിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്ന കാലം വന്നപ്പോ എത്ര സ്വകാര്യ ജീവിതങ്ങൾ അപകടത്തിലായി പോയി മോളെ. വാപ്പമാരെ, നിങ്ങളും ഉത്തരവാദികളാണ്. ഉമ്മമാരെ, നിങ്ങളും പ്രതിക്കൂട്ടിലാണ്. വിശാലമായി ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വീഴ്ച വന്നു പോയാൽ അവൻ അല്ലാഹുവിനോടുള്ള അമാനത്തിൽ വീഴ്ച വന്നവനാണ്.
അള്ളാഹുവിനോടുള്ള കടപ്പാടിൽ വീഴ്ച വന്നവനാണ്. നിസ്കാരത്തിലുള്ള വീഴ്ച വന്നു പോയാൽ അവനെ വിശ്വസിക്കാൻ പറ്റാത്തവനാണ്. അള്ളാഹുവിന് അവനിൽ വിലയില്ല. അപ്പോൾ നമ്മുടെ പുതിയൊരു ജീവിതത്തിന്റെ വഴിയിലേക്ക്, അതാ പുതിയാപ്പളയുടെ കൂടെ പുതിയ പെണ്ണ് പുതിയ ജീവിതത്തിന് കാലെടുത്തു വെക്കുമ്പോ അന്നത്തെ സുബഹിയും ളുഹറും അസ്റും ഒക്കെ ഖളാണെങ്കിൽ അന്നത്തെ രാത്രിയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമോ? അന്നത്തെ രാത്രിയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമോ? അല്പമെങ്കിലും ഈമാനുള്ള പെണ്ണുങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇനി വിവാഹം നടക്കേണ്ട പെണ്ണന്മാരൊന്ന് തീരുമാനിക്കേ, ഇൻഷാ അല്ലാഹ് എനിക്ക് നിസ്കാരം നിർബന്ധമുള്ള സമയമാണെങ്കിൽ ഞാൻ എന്റെ കല്യാണത്തിന്റെ അന്നത്തെ ളുഹറോ അസ്റോ അതുപോലെ തന്നെ സുബഹിയോ ഖളാക്കൂലാന്ന് ഒരു പ്രതിജ്ഞ ചെയ്യണേ മോളെ. നിന്റെ ജീവിതത്തിന്റെ ശോഭനമായ രാത്രിയാണ് വരുന്നത്, പക്ഷേ അത് മറ്റൊരു രാത്രിയുടെ സൂചനയാണ്. ദുനിയാവിലെ പുതുമണവാനും മണവാട്ടിക്കും കിട്ടുന്ന ആദ്യ രാത്രി ഖബറിലെ ആദ്യ രാത്രിയെ കുറിച്ചും ഓർക്കാനുള്ള സമയമാണെന്ന് ഫാത്തിമത്തുൽ സഹ്റാ റളിയല്ലാഹു അൻഹാ ചരിത്രത്തിലൂടെ പറഞ്ഞു തന്നില്ലേ? മണവാളൻ ഒരുങ്ങി നിൽക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മണവറയിലേക്ക് കടന്നു വരുമ്പോ പുതിയ പെണ്ണിരുന്ന് കരയുകയാണ്. ചോദിക്കുന്നു, മോളെ, നിന്റെ വാപ്പ എന്നെ പുതിയാപ്പളയായി തെരഞ്ഞെടുത്തതിൽ വല്ല അനിഷ്ടവും വന്നുപോയോ? അപ്പോഴാണ് സഹ്റാ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ വാപ്പാന്റെ സെലക്ഷൻ മാറിപ്പോയതല്ല. ഇന്നീ മണവറയിൽ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പങ്കുവെക്കാനുള്ളതാണ്. നാളെ എന്റെ മണ്ണറയിൽ നിങ്ങൾ ഉണ്ടാവൂലല്ലോ അലി ഇബ്നു അബീ ത്വാലിബേ എന്ന് പ്രിയപ്പെട്ട ഭർത്താവിനോട് ആത്മീയ സംഘർഷത്തെ, ആത്മസംഘർഷത്തെ അടയാളപ്പെടുത്തുകയാണ് ബീവി ഫാത്തിമത്തുൽ സഹ്റാ റളിയല്ലാഹു അൻഹാ. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കല്യാണത്തിന്റെ അന്ന് രാത്രി അള്ളാഹുവിനെ ഓർക്കുക. ഇത് ദുനിയാവിലെ ആദ്യത്തെ രാത്രി. നാളെ ആഖിറത്തിലേക്കുള്ള ഖബറിലെ ആദ്യത്തെ രാത്രി എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കുന്നത്. യാദൃച്ഛികമായിരിക്കാം, എന്റെ പിതാവ്, ഞങ്ങളുടെ ഉപ്പ മരണപ്പെടുന്നതിന്റെ അന്ന് വൈകുന്നേരം വീട്ടിൽ വെച്ച് വായിക്കുന്നത് കാണാൻ കഴിഞ്ഞത് അവ്വലു ലൈലത്തിൻ ഫിൽ ഖബർ എന്ന ഗ്രന്ഥമാണ്. ഖബറിലെ ആദ്യ രാത്രി എന്ന പുസ്തകം സന്ധ്യാസമയത്ത് വെച്ച് വായിക്കുന്നു വാപ്പ. രാത്രി 12 മണി കഴിഞ്ഞ് 1 മണി ആയപ്പോഴേക്ക് വാപ്പ മരണപ്പെട്ടു പോയി. ഒരു പക്ഷേ ഒരു യാദൃച്ഛികതയായിരിക്കാം. എന്നാലും ശരി, ഇമാമിങ്ങൾ അങ്ങനെയുള്ള കിതാബ് എഴുതി വെച്ചു പോയി കേട്ടോ. ഖബറിലെ ആദ്യ രാത്രി എന്ന് കിതാബ് എഴുതിയ ഇമാമിങ്ങളില്ലേ? അതാ നമ്മള് മോളെ കെട്ടിച്ചിട്ട് ആദ്യത്തെ ജീവിതത്തിലേക്ക് വിടുമ്പോ അവർക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും പെട്ടിയിൽ കരുതി പുതിയാപ്പള കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ പെണ്ണിന്റെ വീട്ടിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. രാത്രി എഴുന്നേൽക്കുമ്പോ ഒരു പച്ചവെള്ളത്തിന് വേണ്ടി പോലും ആരെയും വിളിക്കേണ്ടി വരരുത് എന്ന നിലയിൽ എല്ലാം ഒരുക്കി വെച്ചിട്ടല്ലേ നിങ്ങളുടെ മകളെ നിങ്ങളെ കല്യാണം കഴിച്ചു വിട്ടത്. എന്നാൽ ഖബറിലേക്ക് കൊണ്ട് കുഴിച്ചിട്ട് പ്രിയപ്പെട്ട പിതാവിനെ മണ്ണറയിൽ കിടത്തിയിട്ട് വീട്ടിൽ വന്ന് കിടന്ന് ഇന്നലെ വാപ്പ മരിച്ചപ്പോ മയ്യത്തിന്റെ കൂടെ നിന്ന് ക്ഷീണിച്ചതിന്റെ പേരിൽ കൂർക്കം വലിച്ചു ഉറങ്ങുകയല്ലേ? എന്നാൽ മുൻഗാമികൾ അങ്ങനെയല്ല. മുൻഗാമികൾ അവരുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ ആദ്യത്തെ രാത്രിയിൽ മുഴുവനും നിന്ന് നിസ്കരിക്കുകയാണ്, സുന്നത്ത് നിസ്കരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ, എന്റെ വാപ്പയെങ്കിൽ വാപ്പ, മകനെങ്കിൽ മകൻ, ആരായാലും മരിച്ചുപോയവരുടെ ഖബർ അവരിതാ ആദ്യത്തെ രാത്രിയെ അഭിമുഖീകരിക്കുകയാണ്. നീ അവിടുന്ന് പ്രകാശപൂരിതമാക്കണേ റബ്ബേ.
എന്ന നിലക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ് മുൻഗാമികളുടെ പതിവ്. പക്ഷേ ഇന്നത് കാണാനില്ല. ഞാൻ വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, മോളെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വീഴ്ച വന്നുപോയാൽ നിന്റെ ശരീരത്തിന് മൂല്യമില്ല, നിന്റെ സൗന്ദര്യത്തിന് മൂല്യമില്ല, നിന്റെ ആഠ്യത്വത്തിന് മൂല്യമില്ല, നിന്റെ അധികാരത്തിന് മൂല്യമില്ല, നിന്റെ സമ്പന്നതയ്ക്ക് മൂല്യമില്ല. എല്ലാം മൂല്യമില്ലാത്ത ചരക്കുകളായി മാറിപ്പോയി. അതുകൊണ്ട് വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. അല്ലാഹുവിന്റെയും പുണ്യനബിയുടെയും പവിത്ര വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ നീ വ്യക്തമായ പിഴവിലാണ്, നീ വ്യക്തമായ മാർഗഭ്രംശത്തിലാണെന്ന് ഖുർആൻ. പക്ഷേ മൗലിയാരെ പ്രസംഗിച്ചോ, ഇനി നേരം വെളുക്കോളം പ്രസംഗിച്ചാലും കല്യാണ വീട്ടിലും മരണ വീട്ടിലും ഞങ്ങൾ നടത്തുന്ന നടപടികളൊന്നും തൽക്കാലം മാറ്റിവെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? നേരം വെളുക്കോളം ലോകത്തുള്ള മൗലിയാമാര് മുഴുവനും വഴന്നു പറഞ്ഞാലും ഞങ്ങളുടെ കല്യാണ വീട്ടിലെ അനാചാരങ്ങളെ മാറ്റിവെക്കാൻ ഞങ്ങളില്ല. അള്ളാഹു അമാനത്തായി ഏൽപ്പിച്ച പൊന്നുമോളെ കൊണ്ടുപോയി രാവിലെ മുതലേ ഓഡിറ്റോറിയത്തിൽ പ്രദർശനത്തിന് വെച്ചേക്കുക. എല്ലാവന്മാരും, കൂടെ പഠിച്ചവന്മാരും, നാട്ടിൽ നടന്നവന്മാരും, കോളേജിൽ പഠിച്ചവന്മാരും എല്ലാവരും വന്നിട്ട് കമന്റ് പാസ്സാക്കിയിട്ട് പോകാൻ പൊന്നുമോളെ ഇരുത്തി കൊടുക്കുന്ന വാപ്പ എന്തിനാ മേത്തന്റെ പേരും വെച്ച് നടക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമങ്ങളെ ധിക്കരിച്ചിട്ട് നീ ഏത് വിലാസമാണ് ഉപയോഗിക്കുന്നത്? എന്തിനാണ് നീ അള്ളാഹുവിന്റെ മതത്തിന്റെ അനുയായിയാണെന്ന് പറയുന്നത്? പടച്ചവന്റെ മതത്തിന്റെ നിയമത്തെ പരസ്യമായി ധിക്കരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു കല്യാണത്തിന് എന്നെ വിളിച്ചു. കല്യാണത്തിന് പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി, പഠിച്ചോനെ ഇത് പ്രസംഗിക്കാനൊന്നും പറ്റുന്നൊരു സാഹചര്യം ആയിരിക്കൂല. അങ്ങനെ ഏതായാലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോ വൈകിപ്പോയി. കാരണം വൈകിയതൊരു ഭാഗ്യമായി പിന്നെ അനുഭവം. ചെല്ലുമ്പോ എന്താ, മെഗാ സ്ക്രീനുകളിൽ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടോടെ പുതിയാപ്പളയും പുതിയ പെണ്ണും ചേരിയിൽ നിൽക്കുമ്പോ നാട്ടുകാർ മുഴുവനും വന്നിട്ട് ആശംസ അറിയിക്കുന്നത് മ്യൂസിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടോടെ സ്ക്രീനുകൾ വെച്ച് ഓഡിറ്റോറിയത്തിന്റെ പരിസരങ്ങളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുക. ലൈവ് സിനിമ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ. എവിടെ എത്തിപ്പോയി? അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങളെയാണ് പടച്ചവന്റെ കോപത്തിന് വേണ്ടി വലിച്ചു കൊണ്ടുവരുന്നത്. ഈ മോളും മരുമോനും ഇന്ന് രാത്രിയിൽ അവരുടെ മധുവിധു ആഘോഷിക്കുമ്പോ അല്ലാഹു ഒരു സന്താനത്തെ കൊടുത്താൽ അതിൽ ബറക്കത്തുണ്ടാകുമോ? വാപ്പാ, നിങ്ങളുടെ ഖബറിന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു മോനെ കിട്ടുമോ നിങ്ങളുടെ മകളിൽ നിന്ന്, നിങ്ങളുടെ മകനിൽ നിന്ന്? അതൊന്നും നമ്മുടെ അജണ്ടയല്ല. അല്ലാഹു തആല 4 ചില്ലറ തന്നിട്ടുണ്ട്, അത് അടിച്ചു പൊളിച്ച് അതെല്ലാം തൊലച്ചിട്ടേ ഞാൻ എന്റെ കല്യാണം അവസാനിപ്പിച്ചു. ഇതുപോലെയുള്ള സംസ്കാരങ്ങളാണ് നമ്മൾ തുടങ്ങി വെക്കുന്നത്. അവിടെ അല്ലാഹു എന്ത് പറഞ്ഞു നോക്കുന്നില്ല, റസൂലുള്ള എന്ത് പറഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ നീണ്ട വിഷയമാണ്, വിശാലമായി ഞാൻ കടക്കുന്നില്ല. കണ്ടില്ലയോ, ലോക നേതാവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ യഖലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദൂ മഹറമിൻ വലാ തുസാഫിറുൽ മർഅതു ഇല്ലാ മഅ ദീ മഹറമിൻ. ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ് ഇന്ന ഇംറഅതി ഖറജത് ഹാജതൻ വഇന്നി കുതിബതു ഫീ ഗസ്വതി കദാ വകദാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ യഖലുവന്ന റജുലുൻ ബിംറഅത്തിൻ, ഒരാണും ഒരു പെണ്ണും മാത്രമായി ഒരിക്കലും എവിടെയും ഒറ്റപ്പെടാൻ പാടില്ല. ഒരന്യ പുരുഷനും ഒരന്യ സ്ത്രീയും ഒരിക്കലും തനിച്ചാകാൻ പാടില്ല.
ഇല്ലാ വമഅഹാദു മഹറമിൻ, അവളുടെ കൂടെ ഒരു മഹ്റമായ വിവാഹബന്ധം അനുവദിക്കപ്പെടാത്ത വിധത്തിൽ ബന്ധമുള്ള ഒരാളില്ലാതെ. വലാ തുസാഫിറുൽ മർഅതു ഇല്ലാ മഅ ദീ മഹ്റമിൻ, അവിടുന്ന് വിവാഹബന്ധം ഹറാമായ ഒരു അടുത്ത ബന്ധുവില്ലാതെ ഒരു പെണ്ണ് യാത്ര ചെയ്യാനും പാടില്ല. ഫഖാല റജുലു യാ റസൂലല്ലാഹ്, അപ്പോൾ ഒരാള് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, നബിയേ, എന്റെ ഭാര്യ ഹജ്ജിന് പുറപ്പെട്ടിരിക്കുന്നു. എന്റെ പേര് ഇസ്ലാമിക സമരമുറയിലെ, ഇസ്ലാമിക സമര സൈന്യത്തിലെ ജിഹാദിന് വേണ്ടിയുള്ള ലിസ്റ്റിൽ എന്റെ പേര് എഴുതിയിട്ടുണ്ട് നബിയേ. എന്റെ ഭാര്യ ഒറ്റയ്ക്ക് ഹജ്ജിന് പോകാൻ പോവാണ് നബിയേ, ഞാൻ എന്ത് വേണം നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാണ്, ഞാൻ എന്റെ ഭാര്യയെ ഹജ്ജിന് വിട്ടിട്ട് ഞാൻ കച്ചവടത്തിന് പോവാന്നല്ല, ഞാൻ എന്റെ ഭാര്യയെ ഹജ്ജിന് വിട്ടിട്ട് ഞാൻ വേറെ ഏതെങ്കിലും വഴിക്ക് പോവാണെന്നല്ല, ഇസ്ലാമിന്റെ നിലനിൽപ്പിന് ആവശ്യമായ സമരക്കളത്തിലേക്ക് പോവുകയാണ്. എന്തു ചെയ്യണം നബിയേ? അപ്പോഴാണ് ലോകഗുരുവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇൻതലിഖ് ഫഹുജ്ജ മഅ ഇംറാതിക, മോനെ, നീ പോയിട്ട് നിന്റെ ഭാര്യയുടെ കൂടെ ഹജ്ജ് ചെയ്തോ. ആരാണ് പറയുന്നത്? മദീനയുടെ മലർവനിയിരുന്ന മാലോകരുടെ മനതലത്തിലേക്ക് മധു പകർന്നു കൊടുത്ത മാറ്റത്തിന്റെ മാറ്റൊലികളിലൂടെ ലോകത്തെ മാതൃകയുടെ മലർവനി ഒരുക്കിയ ലോക നേതാവ്, മദീനയിലെ രാജാവ്, അനുരാഗത്തിന്റെ ആത്മപ്രപഞ്ചത്തിലെ പ്രകഷ്ട കിരണങ്ങളെ ആകമാനമാവഹിച്ചു കൊണ്ടുവന്ന ആലിംഗനം ചെയ്ത അതുല്യമായ പ്രകീർത്തനങ്ങളുടെ പ്രപഞ്ചത്തെ മുഴുവനും ഉപാസിച്ച എന്റെയും നിങ്ങളുടെയും കൽബിന്റെ ഉള്ളിലെ നിതാന്ത വസന്തമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. ഇന്ന് സംഘമായി പോകുമ്പോൾ വലിയൊരു സംഘം സ്ത്രീകൾ ഉണ്ട്, നിർഭയത്വമുണ്ട് എന്ന നിലയിൽ ഒരാള് നാട്ടിൽ നിന്നിട്ട് ഭാര്യയെ മാത്രം ഹജ്ജിന് വിടുന്നത് നിയമത്തിന് വിരുദ്ധമൊന്നുമല്ല. സ്ത്രീകൾ സംഘമായി പോകുമ്പോ അവരുടെ കൂട്ടത്തിൽ ഭാര്യയെ മാത്രം വിട്ടിട്ട് അത് ഒറ്റപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു അന്തരീക്ഷം, നിർഭയത്വമുള്ള വിധത്തിൽ ഒരു സംഘം സ്ത്രീകൾ ഉള്ളത് കൊണ്ടാണ് അത് അനുവദിക്കപ്പെടുന്നത്. അങ്ങനെയില്ലെങ്കിൽ നീ നിന്റെ ജ്യേഷ്ഠന്റെ കൂടെ, അല്ലെങ്കിൽ നിനക്ക് അടുത്തൊരു ബന്ധുവിന്റെ കൂടെ, അഥവാ അവർക്ക് മഹറമല്ലാത്ത വിധത്തിലുള്ളൊരു ബന്ധുവിന്റെ കൂടെ, അല്ലെങ്കിൽ ഒരു അയൽവാസിയുടെ കൂടെ, അങ്ങനെയൊക്കെ നീ ഹജ്ജിന് വിട്ടിട്ട് നീ വീട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അങ്ങനെ വിട്ടുകൊണ്ട് നിനക്ക് സമാധാനിക്കാൻ പറ്റാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇൻതലിഖ് ഫഹുജ്ജ മഅ ഇംറാതിക, പോയിട്ട് നിന്റെ ഭാര്യയുടെ കൂടെ ഹജ്ജ് ചെയ്തോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആനുകാലിക ലോകത്തെ കലാലയങ്ങളിലും കാര്യാലയങ്ങളിലും രാവിലെ ഭാര്യമാര്, പെണ്ണന്മാര്, പെൺമക്കള് ജോലിക്ക് വേണ്ടി പോകുമ്പോ അണ്ടർ സെക്രട്ടറിമാരും പ്രൈവറ്റ് സെക്രട്ടറിമാരും പേഴ്സണൽ അസിസ്റ്റന്റുമാരുമായി, അതുപോലെ മറ്റ് ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുമ്പോ നിങ്ങളുടെ ഭാര്യമാരോ പെങ്ങന്മാരോ സഹോദരിമാരോ അല്ലെങ്കിൽ പെൺമക്കളോ അങ്ങനെ ഒരു ജോലി ചെയ്താൽ അത് ഇസ്ലാം ന്യായീകരിക്കുന്നില്ല. അപ്പൊ ഇനി ഇസ്ലാം ഇങ്ങനെ ആധുനിക ലോകത്ത് പറ്റാത്ത മതാണെന്ന് ആരും പറഞ്ഞു വരണ്ട. ഇത്തരമുള്ള ലൂപ്പ് ഹോളുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് ലോകത്ത് വന്നുപോയ അബദ്ധങ്ങൾ എത്രയാണെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ, ഒരുപാട് ഓട്ടോബയോഗ്രഫികൾ വെച്ചുകൊണ്ട് പറയാൻ പറ്റും. വിദേശ രാജ്യങ്ങളിൽ വിദ്യാസമ്പന്നരായ ആളുകൾ ഡൽഹിയിൽ നിന്നൊരു പെങ്കൊച്ച് ഒളിച്ചോടിങ്ങി പോരുന്നു. ട്രെയിനിൽ വെച്ച് തീരുമാനിച്ചു ആത്മകഥ എഴുതാൻ. ആ ആത്മകഥ മലയാളത്തിൽ ഇറങ്ങി. വളരെ വൃത്തികെട്ട ബാക്ക്ഗ്രൗണ്ടാണ് അവർക്ക് എഴുതാനുള്ളത്. അവരുടെ ജീവിതത്തിൽ നിന്ന് എഴുതാനുള്ള മുഴുവനും വൃത്തികെട്ട അനുഭവങ്ങൾ അവരുടെ മേലുദ്യോഗസ്ഥന്മാരിലൂടെ, അധ്യാപകരിലൂടെ, അതുപോലെ പലതും കിട്ടിയ വൃത്തികെട്ട കഥകൾ പച്ച മലയാളത്തിലും പിന്നീട് ഇംഗ്ലീഷിലുമൊക്കെ വായിക്കപ്പെടുന്ന വിധത്തിലേക്ക് വന്നെങ്കിൽ നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ 8-9 മണിക്കൂർ
നിന്റെ ഭാര്യ ഏതോ ഒരു അന്യപുരുഷൻ മാത്രമുള്ള ഓഫീസിൽ ജോലിക്ക് വിട്ടിട്ട് നീ പൈസ ഉണ്ടാക്കാൻ ഇറങ്ങിയാൽ മോനെ, നിന്നെ പോലെ ബുദ്ധിശൂന്യനില്ല, വിവരമില്ലാത്തവനില്ല, നിന്റെ ആ വരുമാനത്തിന് പുരോഗതിയില്ല. എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ പോയിട്ട് നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ ജോലി ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പ്രശ്നമല്ല. ഭൗതികമായി എവിടെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് കണ്ടാൽ ചാടി വീഴുന്ന സ്വഭാവത്തിലേക്ക് നമ്മളെത്തി. എന്നാൽ വരണം, നമ്മൾ തിരിച്ചു വരണം. അള്ളാഹുവും റസൂലും എന്ത് കൽപ്പിച്ചോ ആ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയുടെ പരിധിയിൽ നിൽക്കണം. മാത്രമല്ല, ഇന്ന് നമ്മുടെ കലാലയങ്ങളിലെ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കം പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, അത് കടുത്ത ഹറാമാണ്, നിഷിദ്ധമാണ്. ഇതൊന്നും ഇന്നൊരു സീരിയസ് മാറ്റർ അല്ല, നമുക്കൊരു വിഷയമില്ല. അടിച്ചോണ്ട് പോയാലും പരാതിയില്ലാത്ത കാലത്താണ് നമ്മളുള്ളത്. ഏതെങ്കിലും മക്കള് പെൺമക്കളെ കുറിച്ച് വീട്ടിൽ വന്ന് പറയാ, ആ മോളിപ്പോ 3-4 ദിവസമായിട്ട് ഒരുത്തന്റെ കൂടെ അവിടെ ഇവിടെ കറങ്ങിയിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ, നിനക്കെന്തോ വേണം, എന്റെ മോളല്ലേ, അത് ക്ലാസ്മേറ്റ്സിന്റെ കൂടെ നടക്കുക എന്ന് സമാധാനിക്കുന്ന പുതിയ സംസ്കാരം. അവസാനം നാടും വിട്ട് വീടും വിട്ട് പോയാലും എത്രയോ കേസുകളാണ് മതമില്ലാത്തവന്റെ കൂടെ, മതം മാറിയവന്റെ കൂടെ ഇങ്ങനെ ചാടിയും ഓടിയും ഒക്കെ പോകുന്ന കാലമാണ്. നിയന്ത്രണത്തിന്റെ രേഖകൾ മുഴുവനും തകർന്നുപോയി. ചില മഹല്ല് കമ്മിറ്റികൾ അതിനെതിരെ ആക്ഷൻ എടുക്കുന്നത് 25,000 ഫൈൻ അടച്ചിട്ടാ. മഹല്ല് കമ്മിറ്റികൾ ആരെടുക്കുന്നെന്താ? ചാടിപ്പോകാതിരിക്കാനുള്ള ബോധവൽക്കരണം നടത്തൂല, മുന്നറിയിപ്പ് നൽകിയാൽ വേണ്ട നടപടികൾ എടുക്കൂല. അവസാനം മഹല്ല് കമ്മിറ്റിയുടെ ഒരുത്തനങ്ങാണോ ഒരുത്തിയുമാണ് ചാടിപ്പോയാൽ ആ കുടുംബക്കാര് കവറടക്കണമെങ്കിൽ, അടുത്താണ് കല്യാണം നടത്തണമെങ്കിൽ 25,000 ഫൈൻ അടയ്ക്കണം. അപ്പോ പാവപ്പെട്ട രക്ഷിതാവാണ് വിചാരിക്കും, അൽഹംദുലില്ലാഹ് കെട്ടിച്ചു വിടുവാണെങ്കിൽ 5 ലക്ഷം വേണം, 6 ലക്ഷം വേണം, ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ 25,000 രൂപ മതി. ഇത് ഞാൻ എന്റെ വകയായി പറയുന്നല്ല, കേരളത്തിലെ മഹല്ലുകളെ തൊട്ട് കാണിച്ചിട്ട് പറയാൻ പറ്റും. അങ്ങനത്തെ നടപടി സ്വീകരിച്ച മഹല്ലുകൾ ബോധമുള്ളവരായി മാറണം. എന്താ കാരണം? ഇസ്ലാമികമായ നിയമങ്ങളെ പഠിക്കാതെ ചില മഹല്ല് കമ്മിറ്റികൾ മതവിഷയങ്ങൾ തീരുമാനമെടുക്കുന്നതിന്റെ ദുരന്തം ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുക. എവിടെങ്കിലും നിന്നിട്ട് തലാഖിന്റെ ഒരു മസല എഴുതി വരിക. ദമാമിൽ ചെന്നപ്പോൾ ഒരു സഹോദരൻ ഒരു കത്ത് തന്നു, മഹല്ല് കമ്മിറ്റിക്ക് അയച്ച അദ്ദേഹത്തിന്റെ തലാഖ് കുറി, ആവശ്യമായ നിബന്ധനകളോടെ തലാഖ് കുറി എഴുതി കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഒരു മഹല്ലിലെ ഔദ്യോഗികമായി മഹല്ല് കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തു. സാക്ഷികളെ വെച്ചു, തലാഖിന്റെ വചനങ്ങളും എല്ലാം റെഡിയാക്കി അയച്ചു കൊടുത്തു. ഈ കത്ത് വരുമ്പോ മഹല്ല് സെക്രട്ടറിയും പ്രസിഡന്റും എന്താ ചെയ്യേണ്ടത്? ഇസ്ലാമിന്റെ നിയമം അറിയാത്ത ആളാണെങ്കിൽ ഉസ്താദിനോട് ചോദിക്കണം. ഒരാൾ ഏതായാലും ശമ്പളം കൊടുത്ത് ഇരുത്തിയിട്ടുണ്ടല്ലോ, അയാളോട് ചോദിക്കണം, ഇതിന്റെ നിയമം എന്താ, ഇതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? അതവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല. അവര് മീറ്റിംഗ് കൂടി ചർച്ച നടത്തിയിട്ട് അയച്ച മറുപടി ആ കത്തിന്റെ കൂട്ടത്തിലേടുന്നത്. എന്താ ഉള്ളതെന്നറിയോ? കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ തമാശ കളിക്കാനുള്ളതല്ല, നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കണം. വ്യക്തമായി തലാഖ് നടത്തിയവർക്ക്, വിവാഹമോചനം നടത്തിയ സഹോദരനോട് മഹല്ല് കമ്മിറ്റി എഴുതുകയാണ്, റാഹത്തായി ജീവിച്ചു പോകണമെന്ന്. ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല, മതത്തിന്റെ നിയമങ്ങൾ അറിയുന്നില്ല. അങ്ങനെ വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കുന്ന ഭാരവാഹികളുള്ള കാലമാണ്. അതിനുവേണ്ടി സമ്മതപത്രം എഴുതുന്ന ലോകമാണ്. അവിടെ നിങ്ങളിത് വലിയ കാര്യമാണോ എന്ന് വിചാരിക്കും. പക്ഷേ ദീനിന്റെ നിയമം പറയട്ടെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരന്യ പെണ്ണിന്റെയും കയ്യിൽ തൊട്ടിട്ടില്ല, മുസാഫഹത്ത് ചെയ്തിട്ടില്ല. അതാ കണ്ടില്ലേ, വല്ലാഹി മാ മസ്സത് യദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദംറഅത്തിൻ ഖത്തു. ഒരന്യ പെണ്ണിന്റെയും കയ്യിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ തട്ടിയിട്ടില്ല മോനെ. നീ നിന്റെ ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് ചെന്നിട്ട് നിന്റെ ക്ലാസ്സിലെ കൂട്ടുകാരിയാന്ന് വിചാരിച്ച് കമന്റ് പാസാക്കിയിട്ട് കൈ കൊടുത്തിട്ട് വന്ന മദീനയിൽ കിടക്കുന്ന ലോകത്തിന്റെ നേതാവ്, മദീനയുടെ രാജാവ് മനസ്സകത്ത് നിന്നുകൊണ്ട് മലർവനി ഒരുക്കുന്ന അതുല്യാനുരാഗത്തിന്റെ വരിഷ്ഠ പ്രവചർ മുഹമ്മദ്
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നുണ്ട്, മോളെ നിന്റെ കൈ ഏതെങ്കിലും ഒരു അന്യപുരുഷന് കൊണ്ടുപോയി ഷേക്ക് ഹാൻഡ് കൊടുക്കാനുള്ളതല്ല. നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവനായാലും നിന്റെ അധ്യാപകനായാലും നിന്റെ സഹപാഠിയായാലും നിന്റെ സഹയാത്രികനായാലും അല്ലാഹുവിന്റെ മതം അതനുവദിച്ചിട്ടില്ല. നീ എങ്ങനെ മുസാഫഹത്ത് ചെയ്യാൻ വലിയ നിർബന്ധമാണ്. രാവിലെ അടുക്കളയിൽ പോണം, അടുക്കളയിൽ പോയിട്ട് അടുപ്പിൽ കിടക്കുന്ന ഒരു കനൽക്കട്ട എടുത്ത് കൈവച്ച് നോക്കണം എങ്ങനെയുണ്ട് എന്ന്. അത് നിനക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പോയി നീ ഷേക്ക് ഹാൻഡ് ചെയ്യും. കാരണം എന്താ? അങ്ങനെ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നവർക്കുള്ള ശിക്ഷ അല്ലാഹുവിന്റെ നരകമാണ്. അഥവാ ഹറാമ് ചെയ്യുന്നവർക്കുള്ള ശിക്ഷ ഏതാണ്? പക്ഷേ ഇന്ന് നമ്മുടെ മാറ്ററുകളെല്ലാം ലഘൂകരിച്ചു പോയി. നമുക്ക് യാതൊരു ഗൗരവമില്ലാതെ മതത്തെ കൈകാര്യം ചെയ്യുന്ന കാലമാണ്. അതുകൊണ്ട് നീ ഇസ്ലാമിന്റെ നിയമത്തിലേക്ക് വരണം. قل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن. മോളെ, നിന്റെ അവയവങ്ങൾക്ക് മുഴുവനും നിയന്ത്രണ രേഖ ഏർപ്പെടുത്തിയ മതമാണ് ഇസ്ലാം. അതുപോലെ ചെറുപ്പക്കാരാ, എന്റെയും നിങ്ങളുടെയും കൈയുടെയും കാലിന്റെയും കണ്ണിന്റെയും കാതിന്റെയും കാൽപെരുമാറ്റങ്ങളുടെയും എല്ലാം നിയന്ത്രണ രേഖകൾ വ്യക്തമായി ഖുർആൻ നിർവചിച്ചിട്ടുണ്ട്, ഇസ്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റൂല. അപ്പൊ നീ എന്ത് വേണം? അന്യ സ്ത്രീയെ നോക്കി ആസ്വദിക്കാൻ പുരുഷൻ പാടില്ല. അന്യ പുരുഷനെ കണ്ടുകൊണ്ട് ആസ്വദിക്കാൻ സ്ത്രീക്ക് അവകാശമില്ല. അങ്ങനെ കൃത്യമായ നിയന്ത്രണ രേഖ പറയുമ്പോ ഖുർആൻ പറയുന്നത് കണ്ടില്ലേ? കുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. നബിയെ തങ്ങൾ പറയണം, ലിൽ മുഅ്മിനാതി വിശ്വാസിനികളായ സ്ത്രീകളോട് അയ്യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകളെ ചിമ്മിക്കളയുവാൻ, അഥവാ അന്യപുരുഷനെ നോക്കാതെ അവിഹിതമായ കാര്യങ്ങൾ കാണാതെ അവരുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ പറയണേ നബിയേ. അത് കഴിഞ്ഞ ഉടനെ അല്ലാഹ് പറയണ എന്താണ്? വയഹ്ഫദ്ന ഫുറൂജഹുന്ന, ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കുവാനും. കാരണം എന്താ? ഈ നോട്ടം നിന്റെ തെറ്റായ ജീവിതത്തിലേക്കുള്ള ബൈപ്പാസാണ്. അതുകൊണ്ടാണ് ഉടനെ ഖുർആൻ പറയുന്നത്. അപ്പോൾ ആദ്യം നോട്ടമാണ്. ആ നോട്ടത്തിലൂടെയാണ് പിന്നെ നമ്മൾ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വർത്തമാനമായും ഇടപാടുകളായും ഇടപെടലുകളായും അവസാനം പിശാച് നിന്നെ കൊണ്ടുപോയി മാറാ രോഗത്തിലേക്കും തീരാ തെറ്റിലേക്കും വലിച്ചുകൊണ്ടിടും. അതുകൊണ്ട് തെറ്റിന്റെ കവാടം തന്നെ അടച്ചു വെക്കണമെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. പ്രിവെൻഷനാണ് ഇസ്ലാം മുന്നിൽ വെക്കുന്നത്, അല്ലാതെ സംഭവം ഉണ്ടായതിനു ശേഷമുള്ള ക്രമീകരണങ്ങളല്ല. പ്രതിരോധമാണ് ഇസ്ലാമിന്റെ നയം. പ്രതിവിധിയേക്കാൾ മൂല്യമുള്ളത് പ്രതിരോധത്തിനാണ്. അതുകൊണ്ട് വഴി മാറി സഞ്ചരിച്ചുകൂടാ. ഒരു കാര്യം കൂടി പറഞ്ഞ് തൽക്കാലം എന്ന് ഞാൻ നിർത്തുകയാണ്. അങ്ങനെ ഈമാനിന് പ്രാധാന്യം നൽകി ഇസ്ലാമികമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയി അള്ളാഹുവിന്റെ റസൂലിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ പെങ്ങളെ, എനിക്കും നിനക്കും ആവശ്യമുള്ളത് അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ചുള്ള വിവരം വേണം. ഇന്ന് അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമം പഠിക്കുന്നതിൽ ഈ സമുദായം വളരെ പിന്നിലാണ്. നമ്മുടെ മതം പഠിക്കാൻ വേറെ ആരെങ്കിലും വരുമെന്നാ അപ്പൊ നമ്മൾ വിചാരിച്ചത്. എന്റെ മോനോ എഞ്ചിനീയറിംഗിന് പോട്ടെ, മറ്റേതിന് പോട്ടെ, മറിച്ചതിന് പോട്ടെ, തൽക്കാലം മദ്രസ 5ാം ക്ലാസ്സിൽ പോയത് തന്നെ അധികം. പിന്നെ നിന്റെ മതത്തിന്റെ വേദമാകുന്ന ഖുർആൻ ആര് പഠിക്കുന്നാടാ നീ വിചാരിച്ചേ? പിന്നെ എന്റെയും നിന്റെയും മതത്തിന്റെ ഹദീസാകുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ആരാ പഠിക്കുക? ആരാ പ്രചരിപ്പിക്കുക? ആരാണ് ഏറ്റെടുക്കുക? അത് ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്താലായി, ഇല്ലേലായി. എന്റെ മോനെ അതിന് കിട്ടൂല. അപ്പോൾ നമ്മുടെ മക്കളെ മതം പഠിക്കാൻ വിടാൻ നമ്മുടെ സന്നദ്ധരല്ല. മതത്തിന്റെ വിജ്ഞാനത്തെ മുഴുവനും കൊന്നുകളയുന്നതിൽ ഏറ്റവും വലിയ പങ്ക് മുസ്ലിമീങ്ങൾക്കാണ്. എന്റെ മോനെ ഖുർആൻ പഠിക്കാൻ കിട്ടൂല, എന്റെ മോനെ ഹദീസ് പഠിക്കാൻ കിട്ടൂല, എന്റെ മോനെ ഇസ്ലാം പഠിക്കാൻ കിട്ടൂല.
പിന്നെ ആരാണിത് ഏറ്റെടുക്കുക സഹോദരാ? അതുകൊണ്ട് എന്റെ മകനും എന്റെ മകളും ആലിമും ആലിമയുമായി വരണമെന്ന്, വിവരമുള്ളവരായി വരണമെന്ന വിചാരം മുസ്ലിം രക്ഷിതാക്കളുടെ മനസ്സിൽ വരാതെ രക്ഷയില്ല. അത് മാതൃകായോഗ്യമായി കാണിച്ചു തന്ന നേതാവാണ് മദീനയിലെ മണവാളൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ അറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കന്യകയെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കന്യകയെ മാത്രം, ഒരു യുവതിയെ മാത്രം കല്യാണം കഴിച്ചു. ലക്ഷ്യം എന്താ? വിജ്ഞാനകോശം ഉണ്ടാക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ച് അതുവഴിയായി ലോകത്തിന് കിട്ടിയത് എന്താണ്? ഏറ്റവും വലിയ വിജ്ഞാനകോശമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനിച്ചത് അതാണ്. മഹാന്മാര് പറയുന്നുണ്ട്, കർമ്മശാസ്ത്രത്തിലും കവിതാശാസ്ത്രത്തിലും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിലും ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ നിപുണയായ ഒരു സ്ത്രീയും കാണാനില്ല. ഇബ്നു ഹിശാം രേഖപ്പെടുത്തിയില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആലിമയായിരുന്നു, പണ്ഡിതയായിരുന്നു, ഹദീസ് റിവായത്ത് ചെയ്ത മഹദിയായിരുന്നു. 16 വയസ്സിൽ വിധവയായിട്ട് 64 വയസ്സുവരെ മാതൃകായോഗ്യമായ വൈജ്ഞാനിക ജീവിതം നയിച്ച ഭവതിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. പക്ഷേ ഈ ആയിഷ റളിയല്ലാഹു അൻഹയെ വേണമെങ്കിൽ മക്കത്തെ ഗവർണറാക്കാം, മദീനത്തെ ഗവർണറാക്കാം, ഏതെങ്കിലും ഒരു പ്രവിശ്യയിലെ ഭരണാധികാരിയാക്കാം, എന്തിനേറെ പറയണം രാജ്യത്തിന്റെ ഖലീഫയാക്കാം. എന്തേ ആക്കാഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ നാളത്തെ മുതൽ ഖലീഫ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച 4 ഖലീഫമാരുടെ കാലം കഴിഞ്ഞിട്ട് ആയിഷ ബീവി വഫാത്താവുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ആയിഷ ബീവിയെ ഏതെങ്കിലും ഒരു വകുപ്പിന്റെ മന്ത്രിയാക്കിയില്ല, ഒരു പ്രവിശ്യയുടെ ഗവർണറാക്കിയില്ല, ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാക്കിയില്ല, രാജ്യത്തിന്റെ ഖലീഫയാക്കിയില്ല. കാരണം അള്ളാന്റെ റസൂലിന് എടുക്കുന്ന ദീന് പഠിച്ച സ്വഹാബത്തിന്റെ കാലം അള്ളാന്റെ റസൂലിന് എടുക്കുന്ന ദീന് പഠിച്ച ആയിഷ ബീവി, അതുകൊണ്ടാക്കിയില്ല. ഇന്നിവിടുത്തെ സ്ത്രീപക്ഷ വായന നടത്തുന്ന ആളുകൾ അള്ളാഹുവിന്റെ മതത്തെ കാറ്റിൽ പറത്തിയിട്ട് സ്ത്രീജനങ്ങളെ തെരുവിലേക്ക് വലിച്ചിറക്കുന്നുണ്ട്. അരുതിനും അരുതാത്തതിനും മുഴുവനും വലിച്ചിറക്കുന്ന കാലമാണ്. പെങ്ങളെ, ഫാത്തിമ ബീവി ഭരണാധികാരിയായില്ലല്ലോ, ആയിഷ ബീവി ചക്രവർത്തിയായില്ലല്ലോ. അങ്ങനെ മഹാന്മാരായ സ്വഹാബികളുടെ ഭാര്യമാരോ റസൂലുള്ളാഹിന്റെ പത്നിമാരോ റസൂലുള്ളാഹിന്റെ പെൺമക്കളോ ഭരണകേന്ദ്രത്തിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഏത് മതത്തിൽ നിന്നാണ് പെണ്ണിനെ ഭരണാധികാരിയാക്കണമെന്ന നിയമം ഈ സഹോദരന്മാർക്ക് കണ്ടുകിട്ടിപ്പോയത്? നമുക്ക് ആ പ്രമാണം എവിടെയെന്ന് അറിയുന്നില്ല. ഇന്ന് പെണ്ണിനെ വ്യാപകമായി തെരുവിൽ വലിച്ചിറക്കിയിട്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തെറ്റായി അവതരിപ്പിക്കുന്നു. കാരണം എന്താണെന്നറിയോ? എല്ലാ സംഘടനകളും ഇന്ന് വളരാൻ സ്വീകരിക്കുന്ന ഒരു മാർഗം, പെണ്ണിനെ പിടിച്ച് തെരുവിലേക്ക് കൊണ്ടുവന്ന പ്രസ്ഥാനത്തിന് അംഗം കൂടും, 5-6 ദിവസം കഴിയുമ്പോൾ കെട്ടിയോനെ കൂടെ പിടിച്ചോണ്ടെങ്കിൽ വരും എന്ന് വിചാരിച്ച് അംഗത്വമേറ്റാൻ ഒരുപാട് തെറ്റായ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീജനങ്ങളെ വലിച്ചിറക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നിട്ടെന്താ? ഓരോരോ പുതിയ കാര്യങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. നിലവിലുള്ള സംവിധാനങ്ങളെയും ഇസ്ലാമിനെ പുഷ്ടിപ്പെടുത്താൻ അവർക്കൊന്നും കഴിയുന്നില്ല. പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൽ വേണ്ട നവജാഗരണം നടക്കുന്നില്ല. അതേ സമയത്ത് എവിടെങ്കിലും ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ കുറെ താത്താമാര് ഒരുങ്ങിയിരിക്കുക, ആണുങ്ങൾ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നിസ്കരിച്ചേ പറ്റൂ. ഇതെന്നാ ഈ നടപടി ഇവിടെ വന്നത്? ഈ മയ്യത്തിനോട് ചെയ്യുന്ന അക്രമമാണ്. യഥാർത്ഥത്തിൽ മയ്യത്ത് നിസ്കരിക്കാൻ അവകാശിയായ പുരുഷൻ ഫറളായ നിസ്കാരം നിർവഹിക്കാൻ അപ്പുറത്ത് കാത്തു നിൽക്കുമ്പോ ആ പ്രൈം റോള് കൊടുക്കുന്നതിന് മുമ്പ് നിസ്കരിച്ചാൽ
ആ മയ്യത്തിനോട് ചെയ്യുന്ന അക്രമമാണ് കേട്ടോ. നമ്മളതറിയുന്നില്ല. ചില നാടുകളിൽ ചില താത്താമാര് ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണ്. മുസ്ലിയാമാര് പറഞ്ഞാലും ഉൾക്കൊള്ളൂല, പണ്ഡിതന്മാര് പറഞ്ഞാലും സ്വീകരിക്കൂല. അങ്ങനെ ഒരു നിസ്കാരം ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നില്ല. ചില നാടുകളിലൊക്കെ ഇന്നിങ്ങനെ പടർന്നു വരികയാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ മതത്തെ കാറ്റിൽ പറത്താൻ ആളുകൾ ഇറങ്ങി. ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ ആദ്യം വന്ന് പുരുഷന്റെ ജനാസ കാണുന്നത് ആരാണ്? അപ്പുറത്തെ വീട്ടിലെ താത്ത അടുക്കളയിൽ നിൽക്കുന്ന വേഷത്തിൽ ഓടിങ്ങി വന്നിട്ട് ഇപ്പുറത്തെ വീട്ടിലെ കാക്കാടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. മോളെ, അന്യപുരുഷന്റെ ജനാസ കാണൽ ഹറാമാണ്. അന്യപുരുഷന്റെ ജനാസ കാണാൻ പാടില്ല, ഹറാമാണ്. അന്യ സ്ത്രീയുടെ ജനാസ കാണാൻ പാടില്ല, ഹറാമാണ്. പൊതുദർശനം എന്നത് ഇസ്ലാമിന്റെ സമ്പ്രദായമല്ല. അതിവിടുത്തെ ബഹുമത സമൂഹങ്ങൾ കൊണ്ടുവന്നൊരു കാര്യമാണ്. ഇസ്ലാമികമായി ന്യായീകരിക്കേണ്ടതല്ല. ഇസ്ലാമിൽ എവിടെ പൊതുദർശനം പറഞ്ഞത്? ഇല്ല. ഇന്നങ്ങനെയല്ല. ഒരിടത്ത് മരിച്ചുപോയാൽ ആണും പെണ്ണും ഇടകലർന്ന് കാണുന്ന കാലം. അതുപോലെ തന്നെയോ മയ്യത്ത് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ മയ്യത്ത് പൊതിയാൻ നേരം ഒരു രണ്ടാമതൊരു കാണൽ. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? താത്തായും കാക്കായും ഇടിച്ചു കയറിയിട്ട് മയ്യത്ത് കണ്ടു. ഈ പൊതിഞ്ഞങ്ങോട്ട് ഇറങ്ങാൻ നേരമാണ് അതാ എവിടെ നിന്നാണ്ട് ഒരാൾ ഓടി വരുന്നു, എനിക്കൊന്ന് കാണണം. മയ്യത്ത് തുറന്നു, കാണിച്ചു കഴിഞ്ഞു. പള്ളിയിലേക്ക് ചെന്ന് നിസ്കരിക്കാൻ നേരം കാണാ കുറച്ചുപേരെ കാണിക്കൽ അവിടെ. എന്നിട്ട് കബറിൽ കൊണ്ടുവരാൻ നേരം കാണാം അതാ ഒരു വണ്ടി ലേറ്റായി പോയ താത്ത ഓടി വരുന്നു. ഞാൻ കണ്ടില്ല. ഒരു സ്ഥലത്ത് അങ്ങനെ കബറിനെടുക്ക മയ്യത്ത് കൊണ്ട് വെച്ചപ്പോൾ രണ്ട് താത്താമാർ ഓടി വന്നു. ഈ മയ്യത്ത് കബറിൽ ഇറക്കി കഴിഞ്ഞു, അവർക്ക് കാണണം. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മയ്യത്തിന്റെ ആരാ? മോളോ ഭാര്യയോ പെങ്ങളോ? എന്നാ പോലും ഇങ്ങനെ വരാൻ പാടില്ല. എന്നാലും ഞാൻ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, ഇവിടുന്ന് അങ്ങോട്ട് കയറി വന്ന ഒരു താത്തായി മോളോ കാണാൻ പറ്റൂല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. മയ്യത്തിന്റെ ബന്ധുക്കളെ ചിലപ്പോൾ ഉൾക്കൊള്ളൂല. അപ്പൊ അവർ പറഞ്ഞു ആ മുസ്ലിയാരെ സമ്മതിക്കുന്നില്ല. അപ്പൊ മറ്റേ മുസ്ലിയാരും ആ മുസ്ലിയാർ അങ്ങനെ തന്നെയാണ്. ഏതായാലും അൽഹംദുലില്ലാ അത് കാണാതെ രക്ഷപ്പെട്ടു. അപ്പൊ ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ മയ്യത്ത് പൊതിഞ്ഞിട്ട് പിന്നെ തുറന്ന് കാണിക്കേണ്ട കാര്യമില്ല. അത് ശരിയായ നടപടിയല്ല. ഇന്ന് കബറിന്റെ അടുത്ത് കൊണ്ടുവച്ചൊരു തുറക്കൽ, കബറിന്റെ ഉള്ളിൽ വെച്ചിട്ടൊരു തുറക്കൽ, അവിടെയും ഓടി വരുന്നുണ്ട്. ഈ ദീന് പൊളിച്ചടുക്കിയിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? എന്തൊരു ദുരന്തമാണ് സഹോദര നടക്കുന്നത്. ഇനി ഏതെങ്കിലും മയ്യത്ത് വീട്ടിൽ പോയിട്ട് ആണുങ്ങളൊക്കെ അങ്ങോട്ട് മാറി പെണ്ണുങ്ങൾ ഇങ്ങോട്ടൊന്ന് മാറി രണ്ടു വഴിക്ക് നടക്കണമെന്ന് പറഞ്ഞാൽ കാക്കാമാരുടെ കണ്ണുരുട്ടലാണ്. എവിടുന്ന് വന്ന മൊയ്യാരെ എന്ന ചോദ്യമാണ്. എടാ മോനെ, ദീനിവിടെ നടപ്പിലാക്കാൻ പറ്റാത്തത് ഈ ദാർഢ്യത കൊണ്ടല്ലേ? നമ്മുടെ വീട്ടിൽ മാറ്റേണ്ട കാലം വന്നില്ലേ? മരിച്ചുപോയ കാക്കാനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അയാൾക്ക് എഴുതിട്ട് എടുക്കാൻ പറ്റൂല. അപ്പോൾ മയ്യത്തിനെ കാണിക്കുന്നതിന്റെ കുറ്റം മയ്യത്തിന്റെ കടമപ്പെട്ട ആളുകൾക്കാണ്. അയാൾക്ക് കുറ്റത്തിന്റെ പോലെ കഴിഞ്ഞു. ചെയ്തു പോയതെല്ലാം അങ്ങോട്ട് കിട്ടും. അല്ലെങ്കിൽ നല്ലത്, മോശമെങ്കിൽ മോശം. അങ്ങോട്ട് കിട്ടേണ്ട സമയം തുടങ്ങാൻ പോണതേ ഉള്ളൂ. ഇനി ചെയ്യാൻ പോണ തെറ്റാരുടേതാണ്? ആ മയ്യത്തിന്റെ ബന്ധുവിന്റേതാണ്. വാപ്പ മരിക്കുമ്പോ മോൻ അവിടെ നിൽക്കണം. എന്റെ വാപ്പാന്റെ ജനാസ അന്യ സ്ത്രീകൾ കാണാൻ പാടില്ലാന്ന് നിയമം പാസാക്കിയിട്ട് അവിടെ നിന്നിട്ട് വാപ്പാന്റെ ജനാസയ്ക്ക് സംരക്ഷണം കൊടുക്കണം. ഉമ്മ മരിച്ചാൽ അവിടെ നിന്നിട്ട് അന്യപുരുഷന്മാര് കാണാൻ പാടില്ലെന്ന് നിയമം പാസാക്കിയിട്ട് തടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും ഇതുകൊണ്ട് യാതൊരു ഗുണവും കിട്ടില്ലെന്ന് മാത്രമല്ല, ദോഷമല്ലേ അവിടെ വലിച്ചു വെക്കുന്നത്. അതിന് നിങ്ങളെ സാക്ഷിയാകല്ലേ? വിശാലമായി കടന്നു പോകുന്നില്ല. അപ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കടന്നു പോകണമെങ്കിൽ നല്ല വിജ്ഞാനമാണ് നമ്മുടെ പെൺമക്കൾക്ക് വേണ്ടത്. പക്ഷേ ഇൽമ പഠിക്കാൻ ഇന്ന് നമ്മുടെ പെങ്ങന്മാരെ കിട്ടുന്നില്ല. എന്നാൽ ഇമാമീങ്ങൾ അങ്ങനെയല്ല കേട്ടോ. ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മകള് പണ്ഡിതയായിരുന്നു, ആലിമയായിരുന്നു, ഹദീസ് പഠിച്ച മഹദിയ.
അതുകൊണ്ട് എന്താ, വാപ്പ വീട്ടിലിരുന്ന് ദർസ് നടത്തുമ്പോ വാപ്പ ഇരിക്കുന്നതിന്റെ പിന്നിൽ വലിയൊരു ബോർഡ്, ഒരു മറ, അതിന്റെ പിന്നിൽ മോളിൽ നിന്നിട്ട് കേൾക്കുക ഹദീസ്. ഇപ്പുറത്തിരിക്കുന്ന ആരാ? വലിയ വലിയ പണ്ഡിതന്മാരാണ് മുതഅല്ലിമീങ്ങളായി മാലിക് ഇമാമിന്റെ മുമ്പിലുള്ളത്. ഏതെങ്കിലും ഒരാൾ മുവത്തയിലെ ഹദീസ് വായിക്കുമ്പോ റിവായത്ത് തെറ്റിപ്പോയാൽ ഈ കർട്ടനിൽ ഒരു തട്ടൽ കേൾക്കും, ഈ ബോർഡിൽ. അപ്പൊ മാലിക് ഇമാമിന് മനസ്സിലാകും ഇവിടെ വായിച്ചത് എവിടെയോ ഒന്ന് മിസ്റ്റേക്കായി പോയി. അപ്പൊ പറയും ഒന്നുകൂടി മടക്കി വായിച്ചേ എന്ന് പറയും. അതുപോലെ പഠിച്ച മഹദിയാണ് മാലിക് ഇമാമിന്റെ മകൾ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. എങ്ങനെയാണ് 40 കൊല്ലം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ മഹാനായ പണ്ഡിതനാണ് സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ. സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനാണ്. ഈ 40 കൊല്ലം ദർസ് നടത്തുമ്പോൾ രാജ്യത്തിന്റെ ഭരണാധികാരി വിളിക്കും, ഹലോ സഈദേ, ഒന്ന് ഇങ്ങോട്ട് വരണം. അപ്പൊ സഈദ് ബിൻ മുസയ്യിബ് പറയും, എന്റെ കാര്യത്തിനോ രാജ്യത്തിന്റെ കാര്യത്തിനോ ആണ് ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങളുടെ ആവശ്യമാണ് ഇങ്ങോട്ട് വരണം, ഞാൻ റസൂലുള്ളാഹിന്റെ പള്ളിയിലാകില്ല, ഇങ്ങോട്ട് വരാം. അങ്ങനെ പറയാൻ തന്റെ ഇടമുള്ള അവകാശമുള്ള പണ്ഡിതനാ. ആ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചപ്പോ രാജ്യത്തിന്റെ ഭരണാധികാരി പറഞ്ഞു, എന്റെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ കെട്ടിച്ചൂടെ, പ്രിൻസിനെ കൊണ്ട് കെട്ടിച്ചൂടെ. ബഹുമാനപ്പെട്ട സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ പറഞ്ഞു, വേണ്ട, എനിക്ക് എന്റെ മോളെ കൊട്ടാരത്തിലേക്ക് വിടാൻ എനിക്ക് മകളില്ല, എന്റെ മകളെ കെട്ടിച്ചു തരൂല. അതിന്റെ പേരിൽ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളെ ഭരണാധികാരി ആക്രമിച്ചിട്ടുണ്ട്. ചരിത്രം ഞാൻ നീട്ടി പറയുന്നില്ല. എന്നാലും സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പിന്നീട് ആ മകളെ കെട്ടിച്ചു കൊടുത്തത് നല്ല വിജ്ഞാനമുള്ള, വിവാഹം കഴിച്ചിട്ട് ഭാര്യ മരിച്ചുപോയ ഒരു പാവപ്പെട്ട ആൾക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് ചരിത്രം പറയുമ്പോ ആ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മരുമകൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം പുതിയ പെണ്ണ് ചോദിച്ചു, എവിടെ പോവാ? വേറെ എവിടെയും പോവല്ല മോളെ, ഞാൻ നിന്റെ വാപ്പാന്റെ ദർസിൽ ഓതാൻ പോവാ. അപ്പോൾ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകള് പറയാണ്, പോകണ്ട പോകണ്ട, ഉഅല്ലിമുക ഇൽമ സഈദ്, എന്റെ വാപ്പ ഓതി കൊടുക്കുന്ന ഹദീസ് ഞാൻ ഇവിടുന്ന് പറഞ്ഞു തരാം. അതുപോലെ ഡൽഹിയിലേക്ക് പോയാൽ, ഡൽഹി ജമാ മസ്ജിദിന്റെ മുമ്പിൽ നിന്ന് ഘട്ടാവാലി മസ്ജിദ് എന്ന ദരിയാഗഞ്ചിലേക്ക് പോയാൽ അവിടെ ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ പേര് ഘട്ടാവാലി പള്ളി എന്നും മസ്ജിദ് സീനത്ത് ബീഗമെന്നുമുണ്ട്. ആ പള്ളിയുടെ മുറ്റത്തൊരു മഹദിയുടെ ഖബറുണ്ട്. അത് ഔറംഗസീബിന്റെ മകളാണ്, സീനത്ത് ബീഗമാണ്, ചില്ലറക്കാരിയല്ല. സീനത്തു തഫാസീർ എന്ന തഫ്സീർ എഴുതിയ മഹദിയാണ്, ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ മഹദിയാണ്. അവിടെ കിടക്കുന്ന സീനത്ത് ബീഗം കേട്ടോ, ഔറംഗസീബ് ഭരണാധികാരിയായിരിക്കുമ്പോഴും ഇൽമ പഠിച്ച ഫതാവ ആലംഗീരി എന്ന ലോകപ്രസിദ്ധമായ ഇസ്ലാമിക മതവിധികളുടെ കളക്ഷന്റെ നേതാവായ ഔറംഗസീബ് ഭരണാധികാരി മകളെ ആലിമയാക്കി പഠിപ്പിച്ചു കൊണ്ടുവന്നു. നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നേരമില്ല. മോളെ മെഡിസിനും എഞ്ചിനീയറിംഗിനും ആരുടെയും കൂടെ ആരും ഇല്ലാതെ ഒക്കെ എവിടെയും ഇടാൻ നിൽക്കുന്നവരാണ്. എന്നാൽ വരണേ ഉമ്മമാരെ, നീട്ടി പറയാനുള്ള നേരമില്ല. നമ്മുടെ അജണ്ടകൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തിപ്പിടിച്ച ദീനിന്റെ കാവൽക്കാരിയായി മോള് മാറണേ. റസൂലുള്ളാഹിന്റെ ദീനിന്റെ കാവൽക്കാരിയായി മാറണം. അപ്പോഴാണ് മഹത്വമുള്ള മുസ്ലിം സ്ത്രീയായി മാറുക. അള്ളാഹിന്റെ ദീനിന്റെ കാവൽക്കാരിയാകണം. അതാണ് മഹാന്മാരായ മുൻഗാമികളുടെ മുഴുവനും ഭാര്യമാര് കാണിച്ചു തന്നത്. അവര് തെരുവിലിറങ്ങിയിട്ട് പറയാണ്, ഞങ്ങൾ തൽക്കാലം പ്രസവമൊക്കെ നിർത്തിയൊക്കെയാണ്, പ്രസംഗമൊക്കെ തുടങ്ങാൻ പോവാണ് എന്നല്ല മഹാന്മാരുടെ ഭാര്യമാര് പറഞ്ഞത്. ഇന്നത്തെ താത്താമാര് പറഞ്ഞിട്ടെങ്കിൽ ഇറങ്ങിയേക്കാണ്, പ്രസംഗിക്കണോ ഞങ്ങൾ ഓക്കെയാണ്, പ്രസവിക്കണോ ഞങ്ങളെ കിട്ടൂല. ഈ നിലയ്ക്ക് താത്തമാരിറങ്ങിയ കാലമാണ് കേട്ടോ. എന്നാൽ ഇമാമിങ്ങളുടെ ഭാര്യമാരങ്ങനെയല്ല. തീജ്വാലകളിലൂടെ കനൽപഥങ്ങളിലൂടെ നടന്നു നീങ്ങിയിട്ട് ഇസ്ലാമിക സേവനത്തിനിറങ്ങിയ മഹാന്മാരായ
പണ്ഡിത തേജസ്വികളുടെ കാവൽക്കാരികളായിരുന്നു, അവളുടെ അരമനയിലെ രാജാത്തികളായിരുന്നു. അറിയുമോ, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ അസ്മാ ബിൻത് ഉമൈസാലാണ് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയപ്പോ ജഅഫർ തയ്യാറിനെ സഹായിച്ച മഹദിയാണ്. തിരിച്ചു വന്നിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോഴും കൂടെ കൂടിയിട്ട് തീജ്വാല സമാനമായ ജീവിതം അഭിമുഖീകരിച്ചപ്പോ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളൊക്കെ അന്ന് റസൂലുള്ളാഹിനെ ഇട്ടിട്ട് എത്യോപ്യയിലേക്ക് അങ്ങ് പോയില്ലേ എന്ന് പറഞ്ഞൊരു ചെറിയ കളിയാക്കലങ്ങ് നടത്തിയപ്പോ അസ്മാ ബിൻത് ഉമൈസ് റസൂലുള്ളാഹിനോട് കംപ്ലൈന്റ് ചെയ്യുന്നു, നബിയേ അതാ ഉമർ ഇബ്നുൽ ഖത്താബ് ഇങ്ങനെ പറയുന്നുണ്ട് നബിയേ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു മുഹാജിറാണെങ്കിൽ നിങ്ങൾ ഡബിൾ മുഹാജിറാണ്. എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി, അവിടെ പോയി കുറെ കഷ്ടപ്പാട് സഹിച്ചു, തിരിച്ചു വന്നിട്ട് വീണ്ടും മദീനയിലേക്കും വന്നു. അപ്പോൾ 2 ഹിജ്റയുടെ കൂലിയുള്ളവരാണ്. അല്ലാഹുവിന്റെ റസൂൽ സമാധാനപ്പെടുത്തി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിച്ചു കളയാൻ മുശ്രിക്കീങ്ങൾ തീരുമാനിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംഘം ചേർന്ന് വധിക്കാൻ തീരുമാനിച്ചപ്പോ അതാ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഗൂഢാലോചന നടന്ന വിവരം റസൂലുള്ളാഹിക്ക് നൽകിയത് 100 വയസ്സ് കഴിഞ്ഞൊരു ഉമ്മാമയാണ്, റുഖിയ്യ ബിൻത് സൈഫി റളിയല്ലാഹു അൻഹാ. മഹദി അവர்கள் അറിയാണ് നബി തങ്ങളെ കൂട്ടം കൂടിയിട്ട് കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഉമ്മാമ വരുന്നു, റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ അതീവ രഹസ്യമായി കൈകാര്യം ചെയ്ത വിഷയം റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് ഓടി വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് അവരതാ വധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നബിയേ എന്ന് പറഞ്ഞിട്ട് നേരെ ഹിജ്റ പോയി. 100 വയസ്സ് കഴിഞ്ഞ റുഖിയ്യ ബിൻത് സൈഫി റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ റസൂൽ അപ്പോഴാണ് അലിയാർ തങ്ങളെ പിടിച്ച് വിരിപ്പിൽ കിടത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്നത്. അന്ന് സേവനം ചെയ്ത മഹദിയാണ് റുഖിയ്യ റളിയല്ലാഹു അൻഹാ എന്ന ചരിത്രം പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പുറപ്പെട്ടപ്പോ ഗാർ സൗർ എന്ന ഗുഹയിൽ പോയിരുന്നില്ലേ? ആ സമയത്ത് പാതിരാത്രി ആരോരുമില്ലാത്ത മരുഭൂമിയിലൂടെ മല കയറിയിട്ട് റസൂലുള്ളാഹിക്ക് വെള്ളം കൊണ്ട് കൊടുത്തതാരാണ്? മോളെ ചരിത്രം പഠിച്ചോ, ആരാണ്? കഅബാലയത്തിൽ നിന്ന് ഇന്നും നമ്മളൊക്കെ പോകുമ്പോ വാഹനം കയറി പോണ ദൂരമാണ് ഗാർ സൗർ അഥവാ മക്കയുടെ തെക്കുഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോ അല്പം നടന്നു പോകേണ്ട ദൂരത്താണ് സൗർ ഗുഹയുള്ള മലയുള്ളത്. പാതിരാത്രി സമയത്ത് അതാ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. റസൂലുള്ളാഹിക്കുള്ള ഭക്ഷണമാണ്. മരുഭൂമിയിലൂടെ നടന്ന് മല കയറിയിട്ട് ആ ഗുഹയുടെ ഉള്ളിൽ ഭക്ഷണം കൊണ്ടു കൊടുത്തതാരാണ്? ചെറുപ്പക്കാരിയായ അസ്മാ ബിൻത് അബീ ബക്കർ എന്ന വനിതയാണ് മോളെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്തിട്ട് നടന്നു പോയ മഹദിയാണ്. അതുപോലെ അറിയുമോ, ഹുദൈബിയ്യ സന്ധിയുടെ സമയത്ത് ശത്രുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള കരാർ എന്താണ്? മക്കത്ത് നിന്ന് ആരെങ്കിലും മദീനത്തേക്ക് വന്നാൽ അവരെ സ്വീകരിക്കാൻ പാടില്ല. ഇസ്ലാമിലേക്ക് ഒരാൾ പുതുതായിട്ട് മുശ്രിക്കീങ്ങളിൽ നിന്ന് വന്നാൽ സ്വീകരിക്കാൻ പാടില്ല. അതേസമയത്ത് മദീനത്തിൽ നിന്ന് ആരെങ്കിലും മക്കത്തേക്ക് വന്നാലോ ഞങ്ങൾ തിരിച്ചുവിടില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഉടമ്പടി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്യാഗം സഹിച്ച് സ്വഹാബത്തിന് മനസ്സമാധാനം നൽകി അവർക്ക് ഉപദേശിച്ചു കൊടുത്ത് 2 മുഅ്മിനീങ്ങളെ തിരിച്ചുവിടേണ്ടി വന്നു. അപ്പോഴാണ് മൂന്നാമത് വരുന്നതിലും മഹദിയാണ് ഉമ്മു കുൽസൂം ബിൻത് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് റളിയല്ലാഹു അൻഹ വരികയാണ്. നബിയേ എന്നെ മടക്കി വിടല്ലേ നബിയേ. പുരുഷന്മാരെ മടക്കി വിട്ടതുപോലെ ഈമാൻ കൊണ്ട് ഞാൻ നാടുവിട്ട്
ഇതാ ഇന്നത്തെ എക്സ്പ്രസ് ഹൈവേയിൽ 450 കിലോമീറ്റർ ദൂരമുണ്ട്. മരുഭൂമിയും മലയും മാത്രമുള്ള ഈ വഴിയിലൂടെ നടന്നിവിടെ എത്തിയതാണ്. എന്നെ മടക്കി വിടല്ലേ നബിയേ. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ ബിൻത് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് നിലവിളിക്കുമ്പോ ഖുർആൻ ഇറങ്ങുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുന്ന. അല്ലയോ മുഅ്മിനീങ്ങളെ, മുസ്ലിം വനിതകൾ മുഅ്മിനാത്തുകളായ സ്ത്രീകളെ ഹിജ്റ ചെയ്ത് ഇവിടേക്ക് വന്നാൽ അവരെ നിങ്ങളൊന്ന് പരിശോധിക്കണം, മുഅ്മിനീങ്ങൾ തന്നെയാണോന്ന്. അല്ലാഹു അഅലമു ബിഈമാനിഹിന്ന ഫഇൻ അലിംതുമൂഹുന്ന മുഅ്മിനാത്തിൻ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ. അവർ ഈമാനുള്ളവരാണെന്ന് അറിഞ്ഞാൽ അവരെ മടക്കി വിടല്ലേ, അവരെ അവിടെ തന്നെ നിർത്തണേ എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയത് ഉമ്മു കുൽസൂം ബിൻത് ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ ജീവിതമാണ്. ഉമ്മമാരെ, അതാണ് ധീരവനിതകൾ. ഈമാനിന് വേണ്ടി ജീവത്യാഗം നടത്തിയിട്ട് നാടും വീടും കൂടും പണവും പരിവട്ടങ്ങളും മുഴുവനും ഒഴിവാക്കിയിട്ട് മദീനത്തേക്ക് റസൂലുള്ളാഹിന്റെ ജിവാറിൽ വന്ന മഹദിയാണ്. കാരണം എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് അള്ളാഹുവിന്റെ ദീനാണ്. ആ മതത്തിന്റെ അനുയായികളാണ് നമ്മളാണ്. ഇന്നിതാ സിനിമ കണ്ടിട്ട് ഈമാൻ കളയുന്നു, ഏതെങ്കിലും ഒരുത്തിന്റെ കൂടെ ചാടിപ്പോയിട്ട് മതം മാറുന്നു. അതുപോലെ തന്നെ ചാരിത്രം അവിഹിതമായി നഷ്ടപ്പെടുത്തിയിട്ട് സമുദായത്തിന് മുഴുവനും ആക്ഷേപത്തിനിരയാക്കുന്നു. പെങ്ങളെ, നീ ചരിത്രം പഠിക്കണം, ഇസ്ലാമിന്റെ ഇന്നലകളെ ഉൾക്കൊള്ളണം, മഹദികളുടെ മാർഗത്തിലേക്ക് പോയിക്കോ. സമയം പോരാ, അതാ വരട്ടെ. അബൂലഹബിനെ അറിയാത്തവരില്ലല്ലോ. അള്ളാന്റെ ശാപം കിട്ടിയവനാണല്ലോ. ആ അബൂലഹബിന്റെ ഭാര്യ ചില്ലറക്കാരിയല്ലല്ലോ. റസൂലുള്ളാഹിനെ ആക്ഷേപിച്ച പെണ്ണാണല്ലോ. ഉമ്മു ജമീൽ എന്ന പേരാണല്ലോ. എന്നാൽ അബൂലഹബിന്റെ സഹോദരനായ അബ്ബാസ് എന്നവരുടെ ഭാര്യയായ ഉമ്മുൽ ഫദ്ലിനെ അറിയുമോ? പണ്ടേ ഈമാൻ സ്വീകരിച്ച മഹദിയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൽക്കാലം നിങ്ങൾ ആ ഈമാൻ മറച്ചു വെച്ചോ, ഇപ്പൊ ഫ്ലാഷ് ചെയ്യണ്ട. ഉമ്മുൽ ഫദ്ലിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം ഈമാനിനോടുള്ള അഭിനിവേശമാണ്. ആ ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹാ അബൂലഹബിന്റെയും ഉമ്മു ജമീലിന്റെയും ഗൂഢാലോചനകൾ മുഴുവൻ അള്ളാഹുവിന്റെ റസൂലിനെ എത്തിച്ചു കൊടുക്കുന്ന അന്വേഷണ വിഭാഗത്തിന്റെ മേധാവിയാണ്. അപ്പോൾ ബദർ യുദ്ധം വന്നു, മുസ്ലിമീങ്ങൾ വിജയിച്ചു. മക്കളും അവിടുത്തെ അടിമയായ അബൂ റാഫിഉമൊക്കെ ആഘോഷം നടത്താൻ പോവാണ്. ഉമ്മുൽ ഫദ്ൽ പറഞ്ഞു, തൽക്കാലം ലീക്കാക്കരുത്, ഉള്ളിൽ സന്തോഷിച്ചോ, പുറത്ത് സന്തോഷം കാണിക്കണ്ട. പക്ഷേ അബൂ റാഫിഉ റളിയല്ലാഹു അൻഹുവിനെ ഈമാനിന്റെ തളപ്പ് കൊണ്ട് പറയാതിരിക്കാൻ വയ്യ. അബൂലഹബിന്റെ മുമ്പിൽ നിന്നിട്ടങ്ങ് വിളിക്കുകയാണ്, അല്ലയോ അബൂലഹബേ, റസൂലുള്ളാഹിന്റെ സൈന്യം ജയിച്ചത് കണ്ടോ? ധിക്കാരിയായ അബൂലഹബ് അബൂ റാഫിഉ എന്നവരെ അങ്ങ് ആക്രമിക്കുകയാണ്. എടാ, നീയൊക്കെ കൂടെ നിന്നിട്ട് ഇങ്ങനെയാണോടാ ചെയ്യുന്നത് എന്ന നിലക്ക് ബഹുമാനപ്പെട്ട അബൂ റാഫിഉ റളിയല്ലാഹു അൻഹുവിനെ അബൂലഹബ് അങ്ങ് ആക്രമിക്കുമ്പോ മഹദിയായ ഉമ്മുൽ ഫദ്ൽ, ഈമാൻ അതുവരെ പുറത്തു കാണിക്കാത്ത മഹദിയാണ്, ദേഷ്യം പിടിച്ച് ഈറ്റപ്പുലിയെ പോലെ ചാടി വന്നിട്ട് മുതലാളിയില്ലാത്ത പാടിമേ, നീ ഇങ്ങനെ കയ്യേറ്റം ചെയ്യുകയാണോടാ എന്ന് ചോദിച്ചിട്ട് അബൂലഹബിന്റെ മുമ്പിലേക്ക് വന്ന് പന്തലിന്റെ തൂണ് വലിച്ചൂരിയിട്ട് തലക്കൊരടിയങ്ങ് കൊടുക്കുന്നു. ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹാ ഈറ്റപ്പുലിയെ പോലെ ഈമാനിന് വേണ്ടി നിന്ന മഹദിയാണ്. അബൂലഹബ് ഈ അടിയുടെ കാരണത്താലാണ് മരിച്ചുപോയതെന്ന് ചരിത്രം പറയുമ്പോ ഈമാനുള്ള കൽബിന്റെ ഉടമകളാണ് മഹദികളായ മുൻഗാമികൾ. അവര് നാളെ പറുദീസയിൽ പാറിപ്പറക്കുമ്പോ, മോളെ, നീ ഇങ്ങനെ കമന്റ് പഠിച്ച് മെസ്സേജ് അയച്ച് SMS അയച്ച് മിസ്കോളം വിട്ട് നീ നിന്റെ ജീവിതം മുഴുവനും തെരുവ് ദണ്ഡിയായി തൊലച്ചു കളയണ്ട. രാവിലെ 2
ട്യൂഷന് വേണ്ടി ഇറങ്ങുന്ന 16-കാരി വൈകുന്നേരം വീട്ടിലെത്തുന്നത് 6 മണിക്കാണ്. വാപ്പ ഗമയിലാണ്, എന്റെ മോള് ബിടെക്കിനാണ്, ഉമ്മ ഗമയിലാണ്, എന്റെ മകള് എംടെക്കിനാണ്, സഹോദരന്മാര് ബൊമ്പിലാണ്, എന്റെ പെങ്ങള് MCAക്കാണ്. എടാ, നിന്റെ പെങ്ങള് രാവിലെ മുതൽ ഇറങ്ങിയിട്ട് നിസ്കരിക്കാത്ത പകലും അന്യപുരുഷന്മാരോട് കമന്റടിക്കുന്ന ജീവിതവും നാളെ എവിടെ എത്താനാണ്? ഈമാനിന്റെ ശകലമുണ്ടെങ്കിൽ വിരിമാറിലൊന്ന് കൈവച്ചിട്ട് ആലോചിച്ചു നോക്കൂ. നമുക്കിപ്പോ അജണ്ടയൊന്നുമില്ല. ഈ ഭൗതികമായ താല്പര്യങ്ങളുടെ പേരിൽ ഗമനടിക്കാൻ നടക്കുന്നവർ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച വഴിയല്ല നമുക്ക് ഓർമ്മ. ഇപ്പൊ കണ്ടില്ലേ, ലോകത്ത് നിന്ന് ലക്ഷോപലക്ഷം ആളുകൾ പോവുകയാണ്. എവിടേക്കാണ് പോണത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് പോവാണ് മക്കയിലേക്ക്. മക്കയിൽ പോയിട്ട് എന്താ പണി? ഉംറയുടെ ഭാഗമാണെങ്കിലും ഹജ്ജിന്റെ ഭാഗമാണെങ്കിലും 3.5 കിലോമീറ്റർ നടക്കണം സഈൽ. എന്തിനാ നടക്കുന്നത് 3.5 കിലോമീറ്റർ? ഇന്ന സ്വഫാ വൽ മർവത മിൻ ശാഇരില്ലാഹ്. സഫാ മർവ എന്നീ 2 കുന്നുകൾ അല്ലാഹുവിന്റെ അടയാളങ്ങളാണ്. അതിന്റെ ഇടയിൽ ഇന്ന സ്വഫാ വൽ മർവത മിൻ ശാഇരില്ലാഹി ഫമൻ ഹജ്ജൽ ബൈത ഔ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. ആ സഫാ മർവയ്ക്കിടയിൽ നീ അങ്ങോട്ടും ഇങ്ങോട്ടുമായി 7 തവണ നടക്കണം. എന്തിനാ നടക്കുന്നത്? ഈമാനുള്ള ഒരു ഉമ്മ നടന്ന വഴിയാണത്. അതുകൊണ്ട് നടക്കണേ ഹാജിയാരെ, അതുകൊണ്ട് നടക്കണേ ഉംറ ചെയ്യുന്നവരെ. 1000 ആണ്ട് കൊല്ലങ്ങൾക്കപ്പുറം ഈമാനുള്ള ഒരു ഉമ്മ നടന്ന വഴിയാണ്. അതുകൊണ്ട് നീ ഇന്ന് നടക്കണം. ആണും പെണ്ണും കുട്ടിയും വലുതും ഒക്കെ നടക്കണം. എന്താണ്? ഈമാനുള്ള ഒരു ഉമ്മാക്ക് നൽകിയ ബഹുമാനമാ ഉമ്മയാരാ? ഉമ്മു ഇസ്മാഈൽ ഹാജർ അലൈഹിസ്സലാം. ഹാജർ അലൈഹിസ്സലാം എന്ന മഹദി നടന്ന വഴിയാ. എന്തിനാ? ഓമനമോൻ ദാഹിച്ച് വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുമ്പോ വെള്ളം ഉണ്ടോന്ന് നോക്കാൻ നടന്നതാ. പക്ഷേ അവിടെ വന്ന് താമസമായത് ഈമാനോടുകൂടി ആയതുകൊണ്ട് ആ നടത്തത്തിന് ബഹുമാനുണ്ട്. നാളെ മുതൽ വരുന്ന എല്ലാ ആളുകളും അത് ഓർത്തോളണം. ചില ആളുകൾ പറയും മഹാന്മാരെ ഓർക്കാൻ പാടില്ല, മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോയി അനുഗ്രഹം എടുക്കാൻ പാടില്ല എന്ന്. ഹജ്ജിന്റെ വൽഹാസിൽ ആകത്തുക അതേ ഉള്ളൂ. എന്തിനാ കഅബാലയത്തെ തവാഫ് ചെയ്യുമ്പോ ആദ്യം ഹജറുൽ അസ്വദിന്റെ മൂലന്ന് തുടങ്ങുന്നേ? അള്ളാൻ റസൂൽ മുത്തിയ കല്ല് അവിടെ ഇരിക്കുന്നോണ്ടാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോ കാണാം ഒരു സ്വർണ്ണക്കൂട്ടിനുള്ളിൽ ഒരു സാധനം ഇരിക്കുന്നു. ആളുകളെല്ലാം അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കണു. എന്താ കാരണം? അള്ളാഹ് പറഞ്ഞതാണ് അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ. എന്താണ് ആ സാധനം? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാല് തട്ടിയ കാലടയാളമുള്ള കല്ലാണത്. അതിന്റെ പേര് മഖാമി ഇബ്രാഹിം എന്നാണ്. അതിന്റെ പിന്നിൽ നിസ്കരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. വത്തഖദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. അപ്പൊ അവിടെ പോയിട്ട് ഇബ്രാഹിം നബി ഓർത്തുകൂടാന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമാണ്. അവിടെ പോയ ഹാജർ അലൈഹിസ്സലാമിനെ ഓർത്തുകൂടാന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമാണ്. ഇതെല്ലാം കഴിഞ്ഞ് തവാഫ് ചെയ്ത് അല്പം ക്ഷീണിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് ദുആരെന്ന് വരുമ്പോ നീ സുന്നത്തായിട്ട് വെള്ളം കുടിക്കണം. ഏത് വെള്ളമാണ്? പണ്ടൊരു കുഞ്ഞിന്റെ കാലിട്ടടിച്ചെടുത്ത് വന്ന വെള്ളമാണ്. ഏത് കുഞ്ഞാത്? ഇസ്മായിൽ നബി എന്ന അനുഗ്രഹീതനായ കുഞ്ഞാണത്. അതുകൊണ്ട് ആ ബറക്കത്തെടുത്ത വെള്ളം നീ കുടിക്കണം. അള്ളാഹ് റസൂലിന്റെ ബർക്കത്തും അതിലുണ്ട്. അള്ളാഹ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണറ്റിലേക്ക് തുപ്പിയിട്ടുള്ളതായി നമുക്ക് റിവായത്തുകളിൽ കാണാം. അപ്പൊ അമ്പിയാക്കന്മാരുടെ മുഴുവനും ബറക്കത്തുള്ള വെള്ളം, ബറക്കത്തുള്ള വെള്ളം കുടിക്കണം. ബറക്കത്തുള്ള സ്ഥലത്ത് നിൽക്കണം. ആ കുന്നുകൾക്കിടയിൽ നടക്കണം. ആ സ്ഥലങ്ങളെല്ലാം അനുഗ്രഹമെടുക്കാനുള്ള സ്ഥലങ്ങളാണ്. ആ ഇടങ്ങളെല്ലാം പവിത്രമായ സ്ഥലങ്ങളാണ്. കാരണം ഈമാനുള്ള ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ് കേട്ടോ. ആ ഈമാനുള്ള കുടുംബത്തെ നിങ്ങൾ ഏറ്റെടുക്കുമ്പോഴല്ലാതെ നിങ്ങളുടെ ഹജ്ജ് ഹജ്ജാകുന്നില്ല. അള്ളാഹ് നിശ്ചയിച്ച സമയത്ത് അള്ളാഹ് നിശ്ചയിച്ച രീതിയിൽ നിശ്ചിതമായ ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതിനാണ് ഹജ്ജ് എന്ന് പറയുക. അപ്പൊ അള്ളാഹ് നിശ്ചയിച്ച സമയമാകണം, അള്ളാഹ് നിശ്ചയിച്ച രീതിയിലാകണം, അള്ളാഹ് നിശ്ചയിച്ച സ്ഥലത്താകണം. ഇതിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മുഴുവനും മഹാന്മാരാണ്. ഇബ്രാഹിം നബിയുടെ നാട്, ആദം നബിയുടെ നാട്, ഹവ്വാ ബീവിയുടെ നാട്, അവർ രണ്ടും കണ്ടുമുട്ടിയ സ്ഥലം. ഇതൊക്കെയാണ് ചരിത്ര സ്ഥലങ്ങളായി നമ്മൾ ഹജ്ജിൽ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈമാനോടെ ജീവിക്കണം. ഉമ്മമാരെ, മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ ആൻഡ് മോസ്റ്റ് മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് നിന്റെ ദീന് മുഴുവനും പണയം വെച്ചിട്ട് നടക്കല്ല പെങ്ങളെ. നിനക്ക് അല്ലാഹുവിന്റെ മതം അറിയണം മോളെ.
ആയിഷ ബീവിയുടെ പിൻഗാമിയായി എന്റെ മോൾ ഉണ്ടായിക്കോട്ടെ എന്ന് തീരുമാനിക്കാൻ വാപ്പായും ഉമ്മായും ഇല്ല. നഫീസത്തുൽ മിസ്രിയ അനുയായിയായിട്ട് എന്റെ പെങ്ങൾ എന്റെ മോൾ ഉണ്ടായിക്കോട്ടെ എന്ന് തീരുമാനിക്കാൻ ഇവിടെ ആളില്ല. അങ്ങനെ അള്ളാഹുവിന്റെ മതം ഏറ്റെടുക്കാനുള്ള ഉമ്മയും പെങ്ങളും ഇല്ലാത്ത കാലം. എന്നാൽ ഇന്നലകളിൽ അറിയുമോ, നമ്മുടെ ഉമ്മമാര് നിർവഹിച്ച വൈറ്റൽ റോളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണുന്നുണ്ടേ. അതിൽ ഒരു മഹദിയെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എന്റെ സഹോദരന്മാരെല്ലാം ഒന്ന് എഴുന്നേറ്റ്, സദസ്സിലുള്ള പുരുഷന്മാര്, പരിസരത്തുള്ള സഹോദരങ്ങള് ഒരു 5 മിനിറ്റൊന്ന് അടുത്തു നിൽക്കുമോ? മദീനയിലെ രാജാവ്, ലോകത്തിന്റെ നേതാവ്, സർവ്വറയാലം ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുമോ? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക ദഅവത്ത് നടത്തിയപ്പോ അത് ഏറ്റെടുത്തതിന്റെ പേരിൽ ചുട്ടുകൊള്ളുന്ന മണൽപ്പരപ്പിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട മഹദിയാണ് ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയെ അറിയുമോ? മോളെ, വീട്ടിലിരുന്ന് രസിക്കാമായിരുന്നു, വീട്ടിലിരുന്ന് അനുകൂലങ്ങൾ ഉപയോഗപ്പെടുത്താമായിരുന്നു. പക്ഷേ അള്ളാന്റെ ദീനം ഏറ്റെടുത്തപ്പോ ചുട്ടുകൊള്ളുന്ന മണൽപ്പരപ്പിൽ കിടത്തിയിട്ട് സുമയ്യ റളിയല്ലാഹു അൻഹയും ആ കുടുംബത്തെയും വന്ന് പീഡിപ്പിക്കുമ്പോ അള്ളാന്റെ റസൂല് ചാരത്തുകൂടെ നടന്നു പോകുമ്പോ പറയുകയാണ്, സബറൻ ആല യാസിർ, ഓ യാസിർ കുടുംബമേ ക്ഷമിക്കണേ, മൗഇദകുമുൽ ജന്ന, സബറൻ ആല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കണേ, മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു, ക്ഷമിക്കണേ. അത് കേട്ടുകൊണ്ട് തീജ്വാലകളിൽ കിടന്ന് പൊരിഞ്ഞ മഹദിയാണ് മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹാ. ഒന്നുകൂടി പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പ്രചരണം നടത്തിയപ്പോ കൽബുകൊണ്ട് പ്രണയിച്ച് ഈമാൻ ഏറ്റെടുത്ത മഹദിയാണ് ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹാ. അള്ളാന്റെ റസൂലിന്റെ ഈമാൻ അങ്ങേറ്റെടുത്ത് ഞാൻ റസൂലുള്ളാഹിന്റെ അനുയായിയാണെന്ന് പറഞ്ഞ് അതാ സഹോദരിമാരുടെ അടുക്കൽ ഇടയിലൂടെ നടന്നിട്ട് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതമങ്ങ് പ്രചരിപ്പിച്ചപ്പോ ഖുറൈശി നേതാക്കള് ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹയെ പിടിച്ചുകൊണ്ടുപോയി. 3 ദിവസത്തെ വഴിദൂരം കൊണ്ടുപോയി മരുഭൂമിയിൽ ചെന്നിട്ടൊരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹയെ പീഡിപ്പിച്ചില്ലേ, വിഷമിപ്പിച്ചു കളഞ്ഞില്ലേ? മോളെ ആയിഷ, മോളെ ഫാത്തിമ, എന്റെ ശബ്ദം കേൾക്കുന്ന ഫാത്തിമമാരെ, ആയിഷമാരെ, പുതിയ പേരുകൾ ഞാൻ വിളിക്കുന്നില്ല. നിങ്ങൾക്ക് മഹദിയായ ആയിഷ ബീവി പോയ സ്വർഗം വേണ്ടേ? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്ത സ്വർഗം വേണ്ടേ? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ പറുദീസ വേണ്ടേ മോളെ? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്ന ഭർത്താവ് ഇഞ്ചിഞ്ചായി മൂത്തത്തിന്റെ രണാങ്കണത്തിൽ തുണ്ടം തുണ്ടമായി വലിച്ചെറിയപ്പെടുമ്പോ എന്റെ ഭർത്താവ് നോമ്പുകാരനാണോ എന്ന് ചോദിച്ച് സമാധാനിച്ച അസ്മാ പോയ സ്വർഗം വേണ്ടേ? ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റപ്പെട്ടു പോയപ്പോ ഇനി അകത്തിരിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച് ചാടി ഇറങ്ങിയിട്ടൊരു പുലിക്കുട്ടിയെ പോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൽതഫത്തു യമീനം വലാ ശിമാലാ ഇല്ലാ വഹുനാക ഉമ്മഉമാറ. വലത്തോട്ട് തിരിഞ്ഞാലും ഉമ്മുഅമാറയാണ്, ഇടത്തോട്ട് തിരിഞ്ഞാലും ഉമ്മുഅമാറയാണ്. റസൂലുള്ളാഹിന്റെ ശരീരത്തേക്ക് വരുന്ന അമ്പുകളും കുന്തങ്ങളും ശരീരം കൊണ്ട് ഏറ്റുവാങ്ങിയ മഹദിയായ ഉമ്മുഅമാറയെ മറന്നുപോയോ? ഇബ്നു
ഇബ്നു ഖുംആ എന്ന് പറയുന്ന ഒരു ധിക്കാരിയുടെ കുന്തം കൊണ്ടുവന്ന് മഹദിയായ ഉമ്മു ഉമാറയുടെ തോളത്തേക്ക് ആഴത്തിലങ്ങ് ആക്രമിച്ചപ്പോ അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് നിൽക്കുന്ന ഉമ്മു ഉമാറയുടെ പൊന്നുമോനോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, മോനെ, മോന്റെ ഉമ്മാനെ ഒന്ന് സഹായിക്കുമോനെ. അപ്പോഴാണ് ആഴത്തിൽ മുറിവേറ്റ് കിടക്കുന്ന ഉമ്മു ഉമാറ പറയുന്നു, നഫ്സീ ഫിദാക യാ റസൂലല്ലാഹ്, എനിക്ക് എന്റെ ശരീരത്തിൽ വേജാറില്ല നബിയേ. മോനെ, നീ എന്നെ നോക്കണ്ട, എന്റെ പുന്നാര റസൂലുള്ളാഹിനെ നോക്ക് മോനെ എന്ന് പറഞ്ഞിട്ട് പൊന്നുമോനെ പറഞ്ഞ ഉമ്മാൻക്ക് പകരം റസൂലുള്ളാഹിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞ മഹദിയാണ് ഉമ്മു ഉമാറ. അവരെ പാറിക്കളിക്കുന്ന പറുദീസയില് ഒന്ന് പോകണ്ടയോ ഉമ്മമാരെ, അവിടെ ഒന്ന് എത്തണ്ടയോ സഹോദരിമാരെ? എന്നാൽ ഒന്നാമതായി അൽ-ഈമാനുമില്ല, രണ്ടാമതായി മഹബ്ബത്തു റസൂലില്ല, മൂന്നാമതായി ആരാധനകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് ചേർന്ന് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ.